ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. കാളകണ്ഠസുതേ ദേവി കാളമേഘസമപ്രഭേ കാലദോഷഹരേ നിൻ തൃക്കാലത്തിൽ ചേർക്കമേ മനം. അമരീകബരീ ഭാരഭ്രമരീ മുഖരീകൃതം ദൂരീകരോതു ദുരിതം ഗൗരീചരണപങ്കജം. ആപദി കിം കരണീയം സ്മരണീയം ചരണയുഗളമംബായ തത്സ്മരണം കിം കുരുതേ ബ്രഹ്മാദീനപി ച കിങ്കരീകുരുതേ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. യോന്തഃപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജന്മാദ്യസ്യ യതൊന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ. തേജോ വാരിമൃദം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ്, അഭിവന്ദ്യരായ സന്യാസിനി സന്യാസി ശ്രേഷ്ഠന്മാരെ, ഗുരുജനങ്ങളെ, നൈമിഷാരണ്യ കുടുംബത്തിലെ ശ്രീമദ് ഭാഗവത ശ്രവണ കുതുകികളെ, തത്വജിജ്ഞാസുക്കളായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാഖ്യാനമാണ് ചിത്രകേതു ഉപാഖ്യാനം. എന്നാൽ ആ ഉപാഖ്യാനത്തിൻ്റെ പ്രാധാന്യം വേണ്ട വിധത്തിൽ പലർക്കും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കിട്ടാറില്ല. ഭാഗവതം നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത് അധികവും സപ്താഹവേദികളിൽ കൂടെയാണ്. സപ്താഹവേദികളിൽ സമയത്തിന്റെ പരിമിതി മൂലം ഈ ചിത്രകേതു ഉപാഖ്യാനത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാൻ ആചാര്യന്മാർക്ക് സാധിക്കാറില്ല. കുചേലവൃത്തം, ധ്രുവചരിതം, പ്രഹ്ലാദചരിതം മുതലായ ഉപാഖ്യാനങ്ങൾക്ക് കൊടുക്കുന്നത്ര സമയവും പ്രാധാന്യവും കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രകേതു ഉപാഖ്യാനം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹാത്മ്യം, അതെല്ലാം നമ്മിൽ നിന്നും പലരിൽ നിന്നും അന്യമായി തന്നെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ തത്വസമീക്ഷാ സത്രത്തിൽ ചിത്രകേതു ഉപാഖ്യാനം ഒരു പ്രവചന വിഷയം ആക്കാൻ തീരുമാനിച്ചത്. ഭാഗവത കർത്താവായിട്ടുള്ള വേദവ്യാസ ഭഗവാന്റെ അനന്യമായിട്ടുള്ള കഥാകഥന നൈപുണി നമ്മൾക്ക് കാണാൻ സാധിക്കുക. നിഗമ കൽപ്പതരോർ ഗളിതം ഫലം എന്ന് പറഞ്ഞു. വേദങ്ങളിലും ഉപനിഷത്തുകളിലുമുള്ള തത്വമൂല്യങ്ങളാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം എന്നാദ്യം തന്നെ പറഞ്ഞു. വേദങ്ങളിലും ഉപനിഷത്തുകളിലും തത്വമൂല്യങ്ങളെ അധികവും പറഞ്ഞിട്ടുള്ളത് ഒരു
അനുശാസനത്തിന്റെ രൂപത്തിലാണ്. ഉദാഹരണം, സത്യം വദ, ധർമ്മം ചര. സത്യം മാത്രമേ നിങ്ങൾ പറയാവൂ, ധർമ്മത്തിൽ കൂടെ മാത്രമേ ചരിക്കാവൂ എന്നെല്ലാം പറഞ്ഞു. അത് പലരുടെയും ശ്രോത്രങ്ങളിൽ കൂടെ ഹൃദയത്തിൽ കടന്നെങ്കിലും അത് ജീവിതത്തിൽ ആചരിക്കാൻ വേണ്ട ഒരു തീവ്രമായ പ്രചോദനം ആ അനുശാസനങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ വ്യാസഭഗവാൻ ഉപയോഗിച്ച ഒരു വലിയ സങ്കേതം, കഥാകഥനത്തിൽ കൂടെ ഈ തത്വമൂല്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് അദ്ദേഹം പുരാണങ്ങളിൽ കൂടെ ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും ശ്രേഷ്ഠമായെന്ന് പറയാവുന്ന ഒരു പുരാണമാണ് ശ്രീമദ് ഭാഗവതം. സംസാര യാത്രികരായിട്ടുള്ള നമ്മൾക്ക് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്താണെന്നും അങ്ങോട്ടുള്ള മാർഗം എന്താണെന്നും വളരെ വ്യക്തമായിട്ട് വളരെ രസകരമായ കഥകളിൽ കൂടെ പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. ആ രീതിക്ക് ഉപാഖ്യാന രീതി എന്ന് പറയും. വളരെയധികം ഉപാഖ്യാനങ്ങളുണ്ട്. എന്താണ് ഈ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതെന്താണെന്നുള്ളത് വളരെ ചുരുക്കി ഭാഗവതം സമർപ്പിച്ചുകൊണ്ട് ആ അവസാന അധ്യായത്തില് വ്യാസഭഗവാൻ പറഞ്ഞു, തത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം. തത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം. ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് നൈഷ്കർമ്മ്യമാണ്. എന്താണ് നൈഷ്കർമ്മ്യം? നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോക്ഷം എന്നാണ്. പുരുഷാർത്ഥങ്ങളിൽ അവസാനത്തേതും മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള ലക്ഷ്യപ്രാപ്തി, അതും മോക്ഷം തന്നെ. ആ മോക്ഷത്തിനെ ആവിഷ്കൃതം എന്നാ പറഞ്ഞേക്കണേ, ആവിഷ്കരിച്ചേക്കാണ്. എന്താണ് ആവിഷ്കരിക്കല്? ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അതിനെ എടുത്ത് കാണിച്ച് ഒരു ചിത്രത്തിൽ കാണുന്ന വ്യക്തതയോട് കൂടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ നൈഷ്കർമ്മ്യം എങ്ങനെയാണ് പറഞ്ഞത്? ജ്ഞാന വിരാഗ ഭക്തി സഹിതം. ജ്ഞാനത്തോടും ഭക്തിയോടും വൈരാഗ്യത്തോടും കൂടി അതെന്താണ് എന്ന് പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ നൈഷ്കർമ്മ്യം എന്താണെന്ന് പറഞ്ഞേ. എന്തിനാ അങ്ങനെ പറഞ്ഞേ? എങ്കിൽ മാത്രമേ ഈ നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞ അവബോധം പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിലെ ഉപാഖ്യാനങ്ങളൊക്കെ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും, ഈ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്ന് പറയുന്ന ഭാവങ്ങളെ വ്യക്തമാക്കാനും സ്ഫുരിപ്പിക്കാനും വേണ്ടിയുള്ള ഉപാഖ്യാനങ്ങളാണ് ഇതെല്ലാം എന്ന് കാണാം. ചിത്രകേതു ഉപാഖ്യാനം ഇതിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന് മാത്രമല്ല, ഒരു വൈശിഷ്ട്യം കൂടി അതിനുണ്ട്. മറ്റൊരു ഉപാഖ്യാനം നമ്മൾ അറിയാം, കുചേലോപാഖ്യാനം. നമുക്കെല്ലാവർക്കും വളരെ ഭാഗവതത്തിൽ പരിചയമുള്ള ഒരു കഥയാണ് കുചേലന്റെ കഥ. ഈ കുചേലോപാഖ്യാനത്തില് ഭക്തി എന്നുള്ള ഒരു വിഷയമാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അത് ഭക്തി എന്താണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ കഥയാണ്. അതിലെ ശ്രുതിഗീത എന്നൊരു ഭാഗമുണ്ട്. ആ ശ്രുതിഗീത ജ്ഞാനം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകാദശ സ്കന്ധത്തിലെ ഭിക്ഷുഗീതയുണ്ട്. ആ ഭിക്ഷുഗീത വൈരാഗ്യം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ചിത്രകേതു ഉപാഖ്യാനത്തിലോ ഭക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, വൈരാഗ്യമുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്ന ഭാഗവതത്തിലെ പ്രധാനമായിട്ടുള്ള 3 തത്വങ്ങളെയും വേണ്ട വിധം ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശിഷ്ടമായിട്ടുള്ള ഉപാഖ്യാനമാണ് ചിത്രകേതു ഉപാഖ്യാനം. ഈ ചിത്രകേതു ഉപാഖ്യാനത്തിലല്ലാതെ
ഇത് മൂന്നും കൂടി വന്നിട്ടുള്ള ഒരു ഉപാഖ്യാനം ഭാഗവതത്തിൽ കാണാൻ സാധിക്കില്ല. അതാണ് ആ ചിത്രകേതു ഉപാഖ്യാനത്തിൻ്റെ പ്രത്യേകത. മനോഹരമായ കഥകളിൽ കൂടെ മനുഷ്യ ഹൃദയത്തിനെ സ്പർശിക്കുന്ന സരളമധുരമായ കഥകളെ കൊണ്ട് ഗഹനമായിട്ടുള്ള വേദാന്ത തത്വങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടുവരാനുള്ള വ്യാസഭഗവാന്റെ ഒരു കഴിവ് പാശ്ചാത്യ ദാർശനികർ വരെ വ്യാസഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുക ചെയ്തിട്ടുള്ളത്. അനന്യം, ഒരു ദിക്കിലും ഉണ്ടായിട്ടില്ല. കവികളുടെ ഒരു പര്യായമായിട്ട് തന്നെ പറയാ വ്യാസാനുഗന്മാരെന്ന. വ്യാസഭഗവാന്റെ പിന്നാലെ പോയവരാ എല്ലാ കവികളും. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. ഇവിടെ ആരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ വ്യാസൻ പറയാത്തതൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഒക്കെ വ്യാസൻ പറഞ്ഞു കഴിഞ്ഞതാ. അതാണ് വ്യാസഭഗവാന്റെ ആഖ്യാനത്തിൻ്റെ ശ്രേഷ്ഠത. തീർച്ചയായിട്ടും ഈ പശ്ചാത്തലത്തിൽ ചിത്രകേതു ഉപാഖ്യാനം നമ്മൾ അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് വ്യാസഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കാണ്ട് നിവൃത്തിയില്ല എന്നുള്ളൊരവസ്ഥയിലാവും. ഞാൻ പറഞ്ഞു കഥകളി കൂടെ കാര്യം പറയുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇതിൽ കഥകളുണ്ട്, സംശയമൊന്നുമില്ല. ആ കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ സ്വന്തം അനുഭവം പറയാം ഞാൻ. ഈ കഥകൾക്ക് ആർക്ക്, ഏത് പ്രായത്തിലുള്ളവർക്കായാലും ശരി, ചെറിയ കുട്ടികൾക്കായാലും ശരി, യുവാക്കൾക്കായാലും ശരി, മധ്യവയസ്കർക്കായാലും ശരി, വൃദ്ധന്മാർക്കായാലും ശരി, ആണുങ്ങൾക്കായാലും ശരി, പെണ്ണുങ്ങൾക്കായാലും ശരി, ഒരേപോലെ എന്നും കൗതുകം ഉണർത്തുന്ന കഥകളാണ്. അതാണ് ഭാഗവതത്തിലെ കഥകൾക്കുള്ള പ്രത്യേകത. ചിത്രകേതു ഉപാഖ്യാനം അത് തന്നെയാണ്. ഒരുപക്ഷെ വ്യാസഭഗവാൻ എഴുതി വന്നപ്പോൾ തന്നെ ഇത് ഇത്ര മനോഹരാണെന്ന് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അവസാനം ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് വ്യാസഭഗവാൻ. എന്താണ്? മനോഹരമായ കഥകളാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഈ കഥകളുടെ ഭംഗിയിൽ കുടുങ്ങിപ്പോവരുത്. ആ കഥകളുടെ ഉള്ളിൽ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നു പോകരുതേ എന്ന് പറഞ്ഞു. വചോ വിഭൂതി. ഈ കഥ എന്ന് പറയുന്നതൊക്കെ എൻ്റെ വാഗ്വിലാസങ്ങളാണ്, എൻ്റെ വാചക കസർത്തുകളാണ്. നതു പാരമാർത്ഥ്യം. ആ കഥയൊന്നും മുഴുവനും ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ ആ കഥയിലൊക്കെ ഓരോ തത്വങ്ങളുണ്ട്. നിങ്ങൾ അതാണ്, ആ പാരമാർത്ഥ്യമാണ് നിങ്ങൾ കാണേണ്ടത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിക്കുമ്പോൾ നമ്മളവിടെ മനോഹരമായ ഒരു കൃഷ്ണശിലാ വിഗ്രഹം കാണുന്നുണ്ട്. ആ ശില്പി നല്ലൊരു കലാകാരനാണെങ്കിൽ ആ ശില്പത്തിൻ്റെ മനോഹാരിത നമുക്ക് കണ്ടു മതിയാവില്ല. പക്ഷെ നമ്മൾ ക്ഷേത്രത്തിൽ പോയ ആ ശില്പത്തിൻ്റെ ഭംഗിയും കണ്ട് നിൽക്കുകയാണോ ചെയ്യുക? അത് കാണാൻ വിരോധമില്ല. അതിലും ഭഗവാനുണ്ട്. ഭഗവാന്റെ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നത് അതാണ്. എവിടെയൊക്കെ ശ്രേഷ്ഠത നിങ്ങൾ കാണുന്നുണ്ടോ അവിടെയൊക്കെ ഞാനുണ്ടെന്നാണ് പറഞ്ഞത്. ശ്രേഷ്ഠമായിട്ടുള്ളതെല്ലാം ഞാനാ. ശ്രേഷ്ഠത വേണമെങ്കിൽ അവിടെ ഞാൻ വേണം. അപ്പം അതുകൊണ്ട് അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല. പക്ഷെ അതല്ല കാണേണ്ടത്, ആ വിഗ്രഹത്തിലുള്ള ചൈതന്യത്തിനെയാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ കഥകളിലുള്ള കാര്യത്തിനെയാണ് നമ്മൾ കാണേണ്ടത് എന്ന് വ്യാസഭഗവാൻ അവസാനം പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിച്ച് തരികയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ചിത്രകേതു ഉപാഖ്യാനം പഠിക്കാൻ പോണതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. ചിത്രകേതു ഉപാഖ്യാനത്തിൽ മനോഹരമായൊരു കഥയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത്, ബാല്യകാലത്തിൽ മുത്തശ്ശിയൊക്കെ ഭാഗവതത്തിൽ അനവധി കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ കൗതുകത്തോടു കൂടി അന്നൊക്കെ അത് കേട്ടേക്കണത്. അത് കഴിഞ്ഞ് വലുതായി വന്നു, സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. അപ്പോഴും അതിനൊരു കൗതുകമാണ്. വായിച്ചത് പിന്നെ വായിച്ചാലും കൗതുകമാണ്. ഇപ്പോൾ വായിക്കുമ്പോഴും ആ കൗതുകം അതേപോലെയുണ്ട്. അതാണ് ഭാഗവത കഥയുടെ പ്രത്യേകത. ഈ ചിത്രകേതു ഉപാഖ്യാനം അതുകൊണ്ട് ആദ്യം ഞാൻ അതിൻ്റെ കഥയൊന്ന് പറയാം. വളരെ രസമുള്ളൊരു കഥയാണ്. അസംഭവ്യമായിട്ട് അതിലൊന്നുമില്ല. ആ കഥ ചെറിയ കുട്ടികളുണ്ട് ഇതില്ലെന്നുണ്ടെങ്കിൽ അവർക്കും കേൾക്കാം, ലൗകികളായിട്ടുള്ള ഗൃഹസ്ഥന്മാർക്കും കേൾക്കാം, വാനപ്രസ്ഥത്തിലേക്ക് കടന്നിട്ടുള്ളവർക്കും കേൾക്കാം, സന്യാസിമാർക്കും കേൾക്കാം. എല്ലാവർക്കും അത് ഇഷ്ടാവും. അങ്ങനത്തെ ഒരു കഥയാണ്. ഈ കഥ
പരീക്ഷിത്ത് രാജാവ് ശുഗ ബ്രഹ്മർഷിയോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ കഥയാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ നോവലിസ്റ്റുകളും സിനിമയിലൊക്കെ നമ്മൾ ധാരാളം കാണും ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സങ്കേതം. അത് ഇപ്പോഴത്തെ ഒന്നുമല്ല, ഇത് വ്യാസഭഗവാൻ ചെയ്തിട്ടുള്ളൊരു ഫ്ലാഷ് ബാക്കാണ്. എന്താ ഫ്ലാഷ് ബാക്ക് എന്ന് പറയാൻ കാരണം? വൃത്രാസുരൻ്റെ കഥയൊക്കെ പറഞ്ഞു കേമായിട്ട്. വൃത്രാസുരനാ അയാളൊരു ഭയങ്കര അസുരനാ, ഭീകരനായിട്ടുള്ളൊരു അസുരനാ. ആ അസുരനെ കൊല്ലാൻ ഒരു നിവൃത്തിയില്ലാണ്ട് ചില സൂത്രങ്ങളൊക്കെ ചെയ്തിട്ടാണ് അയാളെ വകവരുത്താൻ വേണ്ടിയിട്ട് ദേവേന്ദ്രന് സാധിച്ചത്. പക്ഷേ ഞെട്ടിപ്പോയി ദേവേന്ദ്രൻ. മരിക്കും താൻ, ദേവേന്ദ്രൻ എന്നെ കൊല്ലും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ, എന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ അവിടെ നിൽക്കുക, എനിക്ക് 2 വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗം നടത്തി വൃത്രാസുരൻ. വേറൊന്നുമല്ല പ്രസംഗിച്ച്, ഒരു അധ്യാത്മ പ്രസംഗം നടത്തി. എന്താണ് ഭക്തി, എന്താണ് ഭഗവാൻ എന്നുള്ള വേദാന്ത പ്രസംഗം ഗംഭീരമായിട്ട് നടത്തി. വളരെ ജ്ഞാനിയും ഭക്തനും വാഗ്മിയും പണ്ഡിതനുമായ ഒരാൾക്ക് മാത്രം പറയാൻ സാധിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഞെട്ടിപ്പോയി ദേവേന്ദ്രൻ. ഒരു അസുരനോ, ഈ ഭീകരനായിട്ടുള്ള അസുരനോ ഇങ്ങനെ പറയണേ എന്ന് വിചാരിച്ചു. ഈ കഥ ശ്രീ ശുക ബ്രഹ്മർഷി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആണ് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചു, അല്ല ഇതെങ്ങനെ സാധിച്ചു, ഇതെന്താ ഈ അസുരൻ ഇങ്ങനെ ഒക്കെ ഇത്ര ഭക്തിയൊക്കെ എവിടുന്ന ഉണ്ടായി എന്ന് ചോദിച്ചു. അപ്പോൾ ആ വൃത്രാസുരൻ്റെ പൂർവജന്മ കഥ ആയിട്ടാണ് ഈ ചിത്രകേതുവിൻ്റെ കഥ പറയണത്. ചിത്രകേതു എന്ന് പറയുന്നത് ശൂരസേന എന്ന് പറയുന്ന രാജ്യത്തെ ഒരു രാജാവായിരുന്നു. ആ രാജ്യം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് മാവേലി നാട് വാണിയിടും കാലം എന്നൊക്കെ നമ്മൾ പാടാറുള്ള പാട്ടിലെ പോലെയുള്ള ഒരു രാമരാജ്യമായിട്ട് ആ ശൂരസേന രാജ്യത്തിനെ അദ്ദേഹം പരിപാലിച്ചു. എല്ലാ പ്രജകൾക്കും അദ്ദേഹത്തിന് വലിയ സ്നേഹവും ബഹുമാനവുമായി. പക്ഷെ അദ്ദേഹത്തിനൊരു ദുഃഖം, എല്ലാ രാജകീയമായിട്ടുള്ള സുഖഭോഗങ്ങളും അനവധി കിട്ടുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പുത്രന്മാരില്ല. ഭാര്യമാരാണെങ്കിൽ വളരെയധികം ഭാര്യമാരുമുണ്ട്, പക്ഷെ ആരും പ്രസവിച്ചിട്ടില്ല. പുത്രന്മാരില്ലെങ്കിൽ സാധാരണക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. എന്താ കാരണം? തൻ്റെ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്ത് തന്നെ നരകത്തിൽ പോവാതെ രക്ഷിക്കേണ്ടത് പുത്രന്മാരാണ്. രാജാവാണെങ്കിൽ പ്രത്യേകിച്ചും രാജ്യം തന്നെ അനാഥായി പോവും. ആ രാജഭരണം കൈമാറാൻ വേണ്ടിയിട്ട് അടുത്ത തലമുറ ആവശ്യമാണ്. ആ ഒരു ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ കാലത്ത് ഈ മഹർഷിമാർ രാജകൊട്ടാരങ്ങൾ സന്ദർശിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് രാജ്യഭരണത്തിനാവശ്യമായിട്ടുള്ള മനോബലം, ആത്മബലമൊക്കെ കൗൺസിലിംഗ് നടത്തി ഉപദേശിച്ച് അവരെ ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. തിരിച്ചും രാജാക്കന്മാരെന്ത് ചെയ്യും? ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് മഹർഷിമാരുടെ ആശ്രമങ്ങളൊക്കെ ഉണ്ടാവും. ആ ആശ്രമങ്ങളിലൊക്കെ പോയി അന്വേഷിക്കും, അവരുടെ കുശലമൊക്കെ അന്വേഷിക്കും, ക്ഷേമമൊക്കെ അന്വേഷിക്കും, സുഖമല്ലേ, അവർക്ക് എന്തെങ്കിലും വേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. അങ്ങനെ പരസ്പരം അവർ ക്ഷേമാന്വേഷണം നടത്തുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ മഹർഷിമാരും ഇല്ല, ആശ്രമങ്ങളും ഇല്ല. അഥവാ മഹർഷിമാരുണ്ടെങ്കിൽ തന്നെ അവർ രാജഭരണത്തിൽ ഒന്നും ഇടപെടുന്നില്ല. ഇടപെട്ടാൽ തന്നെ കാര്യമില്ല, അതൊന്നും ഇവിടെ ചെവിക്കൊള്ളില്ല, പലതുമുണ്ട്. ആട്ടെ, അങ്ങനെ അങ്കിരസ് എന്ന് പറഞ്ഞ മഹർഷി, ബ്രഹ്മാവിൻ്റെ പുത്രനാണ് അങ്കിരസ്. അങ്കിരസ് മഹർഷി ഒരു ദിവസം ഈ കൊട്ടാരത്തിൽ ചെന്നു. അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, മുഖം മനസ്സിൻ്റെ കണ്ണാടി. വേണ്ട വിധത്തിലൊക്കെ മഹർഷിയെ സ്വീകരിച്ചു, ഇരുത്തി. കഴിഞ്ഞതിന് ശേഷം മഹർഷി ചോദിച്ചു, അങ്ങയുടെ മുഖത്ത് ഞാനൊരു മ്ലാനത കാണുന്നുണ്ട്, എന്താ കാരണം? ഇത്രയധികം സൗഭാഗ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ. അപ്പോൾ മറുപടി പറഞ്ഞു, ഈ ത്രിലോകങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യവും ജ്ഞാനദൃഷ്ടി കൊണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ള അങ്ങ് എന്നെ എന്താ പരിഹസിക്കുകയാണോ? എൻ്റെ ദുഃഖം എന്താണെന്ന് അങ്ങേക്ക് മനസ്സിലാവണില്ലേ എന്ന് ചോദിച്ചു. ആട്ടെ പറയൂ
അപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനെ പുത്രന്മാരില്ലാത്തൊരു ദുഃഖമാണ്, ഇതൊക്കെ ഉണ്ട്, കാര്യം ശരിയാണെന്ന് പറഞ്ഞു. ആട്ടെ, ശരിയാക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തപശക്തിയിൽ നിന്ന്, മന്ത്രശക്തിയിൽ നിന്ന് ഒരു ഔഷധം ഉണ്ടാക്കി സേവിക്കാൻ കൊടുത്തു. ഭാര്യമാർ സേവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊട്ടാരത്തിലെ പെട്ടെന്ന് വന്നതും കിട്ടിയതും കൃതദ്യുതി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയെ ആണ് കിട്ടിയത്. ഉടനെ അദ്ദേഹത്തിന് പുത്രൻ ഉണ്ടാവുമല്ലോ എന്നുള്ള സന്തോഷത്തിൻ്റെ അതിരേകം കൊണ്ട് കൃതദ്യുതിക്ക് തങ്ങോട്ട് കൊടുത്തു. കൃതദ്യുതി ആ ഔഷധം സേവിച്ചു, ഗർഭിണിയായി, ഒരു ഉണ്ണി പിറന്നു. അവിടെ ഒരു കാര്യം ചെയ്തു. ഈ ഇദ്ദേഹം അനുഗ്രഹിച്ചു. അങ്കിരസ് പോകുന്നതിന് മുമ്പ് അനുഗ്രഹിച്ചിട്ടാണ് പോയത്. അനുഗ്രഹിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അങ്ങേക്ക് നല്ലൊരു പുത്രനുണ്ടാവും, ആ പുത്രൻ അങ്ങയുടെ ഈ ദുഃഖത്തിനെ മാറ്റും, പക്ഷേ പിന്നീട് ദുഃഖം ഉണ്ടാക്കും. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി. ആദ്യം പറഞ്ഞത് ദുഃഖം മാറാനാണല്ലോ, ഈ കുട്ടിയുണ്ടായ സന്തോഷമാണല്ലോ. ഹർഷശോകപ്രദ എന്നാണ് പറഞ്ഞത്. ഹർഷശോകപ്രദസ്തുഭ്യം ഭവിതൈകസ്തവാത്മജ ഹർഷശോകപ്രദ എന്ന് പറഞ്ഞു. ആനന്ദം ഉണ്ടാക്കും, പിന്നെ ദുഃഖം ഉണ്ടാക്കും, അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അതിന് അന്ന് അത്ര ഒരു പ്രാധാന്യം കൊടുത്തില്ല. അങ്ങനെ എന്തോ പറഞ്ഞു, അനുഗ്രഹിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞു, അത്ര തന്നെ കണക്കാക്കിയുള്ളൂ. കുട്ടി ജനിച്ചു, ഉത്സവമായി, രാജകൊട്ടാരത്തിൽ ഉത്സവമായി, ബ്രാഹ്മണന്മാർക്ക് ദാനം കൊടുക്കലായി, ആകെ തോരണങ്ങളായി, പെരുമ്പറയായി, പടക്കം പൊട്ടിക്കലായി, വെടിക്കെട്ട് നമ്മുടെ ഇവിടുത്തെ പോലെ അതൊക്കെ ആയി. അങ്ങനെ ഒരു ഉത്സവ ഛായ ആ രാജ്യത്തൊക്കെ. അത് കഴിഞ്ഞാൽ ഉണ്ണി വളർന്നു വന്നു. പക്ഷേ അപ്പോൾ രാജാവിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റമുണ്ട്. രാജാവിൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, രാജാവ് ഈ കൃതദ്യുതിയുടെ അല്ലേ, പ്രസവിച്ചത് അവളല്ലേ, കൃതദ്യുതിയോട് വലിയ സ്നേഹം. ഒരുപാട് ഭാര്യമാർ അന്നത്തെ കാലത്ത് രാജാവിനാവാം. പക്ഷെ അന്ന് ഒരു ക്രമം ഉണ്ടായിരുന്നു, അതിനൊരു നിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഭാര്യമാരെയും പുലർത്തണം, എല്ലാവരുടെ കുശലം അന്വേഷിക്കണം, എല്ലാവരും സുഖമായിരിക്കണം, എല്ലാവരെയും ആനന്ദിപ്പിക്കണം. അത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. അപ്പം അതിനൊരു ക്രമമൊക്കെ ഉണ്ട്. ആ ക്രമമൊക്കെ വിട്ടു. ഇപ്പം കൃതദ്യുതി മാത്രം മതി, മറ്റുള്ളവർ ആരും വേണ്ട എന്നുള്ള അവസ്ഥ. അങ്ങനെ വന്നപ്പോൾ മറ്റുള്ളവർക്കൊക്കെ അസൂയയായി, കൃതദ്യുതിയോട് അസൂയയായി. രാജാവ് ഇപ്പം തീരെ ഒന്നും സ്നേഹിക്കണില്ല, നമ്മളെ ഒന്നും നോക്കുന്നു തന്നെ ഇല്ല. അപ്പം അതുകൊണ്ട് ഇത് ശരിയാവില്ല. നമ്മളിപ്പോൾ ഒരു ദാസിക്കാളും കഷ്ടത്തിലാണ്. ദാസിമാരെ പിന്നെയും എന്തെങ്കിലും ജോലിക്കൊക്കെ വിളിക്കുമ്പോൾ രാജാവായിട്ട് എന്തെങ്കിലും ഒന്നൊരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നമ്മളൊന്നും തിരിഞ്ഞ് നോക്കണേ ഇല്ല. ഇവരെല്ലാവരും കൂടിയിട്ട് സംഘടിച്ചു. അന്നുകൊണ്ട് ഈ സംഘടനയൊക്കെ സംഘടിച്ചു. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇതെന്താ, നമ്മളെയും മാന്യമായിട്ട് വിവാഹം ചെയ്ത് കൊണ്ടുവന്നതല്ലേ, അപ്പം എന്തെങ്കിലും നമ്മൾ ചെയ്യണം. പെട്ടെന്ന് അവരുടെ ആ അസൂയ, ആ ഒരു എന്താ പറയുക, അസൂയക്ക് എന്താ പറയുക, നമ്മൾ അത്രയും പൊട്ട ഒരു വികാരമാണ് ഈ അസൂയ. എന്തും ചെയ്യും. ആ അസൂയ എന്ന് പറയുന്ന ഒരു മത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇന്നതേ ചെയ്യുള്ളൂ എന്നില്ല. അവരെല്ലാവരും കൂടി മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചത് എന്താണെന്നറിയോ? ഈ ഉണ്ണിയല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയേ, നമുക്കൊരു കാര്യം ചെയ്യാം, അതിന് വിഷം കൊടുക്കാം. അപ്പം പിന്നെ അവനില്ലാണ്ടിയായാൽ പിന്നെ പഴയ പോലെയൊക്കെ ആവും എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ചെയ്തു. ഗരം ദദു കുമാരായ. അവിടെ വ്യാസഭഗവാൻ പറഞ്ഞേക്കണ എന്താ അറിയോ? വിദ്വേഷ നഷ്ടമതയാ എന്നാ പറഞ്ഞ ഈ സ്ത്രീകളെ കുറിച്ച്. ഈ വിദ്വേഷം, വൈരം, പ്രതികാരം, അസൂയ എന്നൊക്കെ പറയുന്ന വികാരം ആരുടെ മനസ്സിലാണോ ഉണ്ടാവുന്നത്, നഷ്ടമതയ, അവൻ്റെ സ്വബുദ്ധി അതോടുകൂടി നശിക്കും, നഷ്ടമാവും. അവരെന്ത് ചെയ്തു? ദാരുണചേതസ. പിന്നെ അവര് ദാരുണചേതസരായി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഗരം ദദു കുമാരായ, ഈ കുട്ടിക്ക് വിഷം കൊടുത്തു. അപ്പോൾ കൃതദ്യുതി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കുട്ടിയെ ഇങ്ങനെ തൊട്ടിലിൽ കിടത്തിയിട്ട് അടുക്കളയിലൊക്കെ ജോലി ചെയ്യാം. ഇതിൻ്റെ ഇടയിലാണ് ഇവരിത് ഒപ്പിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് വന്ന് നോക്കും.
എന്താ ചെയ്യണേ എന്ന് നോക്കി. നല്ല ഉറക്കം, കുഴപ്പമില്ല, അസലായിട്ട് ഉറങ്ങുന്നുണ്ട്. ആദ്യമേ ജോലിക്കൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കി, ഉറങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ആലോചിച്ചു, ഇത്ര നേരം ഉണ്ണി ഉറങ്ങാറില്ലല്ലോ, വിശക്കില്ലേ, കരയൂല്ലോ, എണീക്കൂല്ലോ, ഒന്നുമില്ലെങ്കിൽ ഒന്ന് മൂത്രമൊക്കെ ഒഴിക്കുമ്പോഴെങ്കിലും കുട്ടികൾ കരയും. ഇതൊന്നുമില്ല, കരയണില്ല, ഉണരണമില്ല. വേഗം ദാസിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ അവന് എടുത്തോണ്ട് വാ, നീ അത്രയൊക്കെ ഉറങ്ങിയാൽ മതി, അവന് പാല് കൊടുത്തിട്ടില്ല, ഇനി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദാസി പോയി നോക്കിയപ്പോൾ ഈ കുട്ടി മരിച്ചു കിടക്കുകയാണ്. അതൊരു വലിയൊരു പ്രയോഗമാണ് അവിടെ ഉള്ളത്. സാ ശയാനമുപവ്രജ്യ ദൃഷ്ട്വാ ചോത്താരലോചനം. കണ്ണ് മിഴിച്ചിട്ട് കിടക്കണം അനങ്ങാണ്ട്. അങ്ങനെ മരിച്ചു എന്ന് മനസ്സിലായേ. കണ്ണ് തുറച്ച് മിഴിച്ച് അനങ്ങാണ്ട് കിടക്കണു ഈ കുട്ടി. ഉടനെ തന്നെ അവള് ഹതാസ്മീത്യപതദ്ഭുവി, അയ്യോ എന്ന് പറഞ്ഞ ഉറക്കൊരു കരച്ചിൽ കരഞ്ഞിട്ട് മോഹത്സ്യപ്പെട്ട് താഴ്ത്തു വീണു. ഈ കുട്ടിയുടെ ഈ ദാസിയുടെ ഒച്ച കേട്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ തകരാറുണ്ടായിട്ടുണ്ട്. എന്താണെന്ന് അപ്പോഴും മനസ്സിലായില്ല. ഓടിച്ചെന്നപ്പോഴാണ് ഈ കുട്ടി മരിച്ചു കിടക്കണേണ്ടത്. പിന്നെ വ്യാസഭഗവാന്റെ ഒരു വർണ്ണനയുണ്ട് അവിടെ. അത് നമുക്കിപ്പോൾ ആസ്വദിപ്പിക്കാനുള്ള സമയമില്ല എന്നുള്ള ഖേദത്തിലാണ് ഞാൻ സത്യം പറഞ്ഞത്. അത്ര ഗംഭീര ശ്ലോകങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും എങ്ങനെയാണോ വിലപിക്കുക, ചിത്രം വരച്ച് ചലച്ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മളെ കാണിച്ചു തന്നെ ആണ്. തസ്യാസ്തദാകർണ്യഭൃശാതുരം സ്വരം ഘ്നാന്ത്യാകരാഭ്യാം ഉര ഉച്ച കൈരപി. ഈ ഉര എന്ന് പറഞ്ഞാൽ നെഞ്ഞത്തടിച്ച് ഇങ്ങനെ ഉറക്കടിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ കരയണ ഒച്ചയും ആകെ ബഹളം. അപ്പോഴേക്കും വരണവർ കരയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോഴാണ് രാജാവ് മനസ്സിലാക്കിയത് എന്തോ അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ അന്തപുര ആ ഭാഗത്തേക്കൊന്നും രാജാവ് സാധാരണ പ്രവേശിക്കാറില്ല. ഒച്ച കേട്ടോണ്ട് ഓടിച്ചെന്നപ്പോൾ അവിടെ ഇതാണ് കഥ എന്ന് മനസ്സിലായി. കുട്ടി മരിച്ചു എന്നുള്ള മനസ്സിലായി. പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട വിഷയം ഉണ്ടായില്ല. അവിടെ വീണു, ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ബോധം വന്നു. ബോധം വന്നു കഴിഞ്ഞപ്പോഴോ ഒന്നും മിണ്ടാൻ പറ്റണില്ല. പപാദ ബാലസ്യ ചപാദമൂലേ മൃതസ്യ വിസ്ത്രസ്തശിരോരുഹംബര. കുടുമയൊക്കെ ഉണ്ട് രാജാവിന്. ആ കുടുമയൊക്കെ അഴിഞ്ഞ് വീണു. ദീർഘം ശ്വസൻ ബാഷ്പകലോപരോധതോ. കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു. കണ്ഠത്തില് ശബ്ദം നിരുദ്ധ കണ്ഠോ ന ശശാക ഭാഷിതും. ഒന്ന് ഓർക്ക കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ശബ്ദം വരണില്ല. അങ്ങനെ ആകെ അവിടെ വല്ലാത്തൊരു രംഗം സൃഷ്ടിച്ചു വ്യാസഭഗവാൻ. അത് കഴിഞ്ഞ് പല വിധത്തിലുള്ള കരച്ചിലുകളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അമ്മ കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ അധികമൊന്നും മിണ്ടണില്ല, ഇങ്ങനെ കിടക്കുകയാണ്. അമ്മ വന്നിട്ട് ആ കുട്ടിയോട്, ആ മരിച്ചു കിടക്കുന്ന കുട്ടിയോട് പറയുന്ന കുറേ ശ്ലോകങ്ങളുണ്ട്. ഒക്കെ ഗംഭീര ശ്ലോകങ്ങളാണ്. എല്ലാം ഇവിടെ പറയാൻ നേരമില്ല. പറയണ ത്വം താതനാർഹസി ച മാം കൃപണാമനാഥാം ത്യക്തും വിചക്ഷു പിതരം തവ ശോക തപ്തം. നീ ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്, നിന്റെ അച്ഛനെ നോക്ക്. അച്ഛൻ സങ്കടപ്പെട്ടിരിക്കണ കണ്ടോ? എന്നെ ഇങ്ങനെ അനാഥയായിട്ട് പോകാനൊന്നും നീ അർഹിക്കുന്നില്ല, നീ പാടില്ല. അതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ മരിച്ചു കഴിഞ്ഞാൽ, പുത്രനില്ലാതെ മരിച്ചാൽ അപ്രജ ദുസ്തരം, അപ്രജ ആയിട്ട് മരിച്ചാൽ, മക്കളില്ലാണ്ട് മരിച്ചാൽ ദുസ്തരമായിട്ടില്ല, കടക്കാൻ പറ്റാത്തൊരു നരകമുണ്ട്. ആ നരകത്തിൽ കൂടെ ഞങ്ങളെ അഞ്ചസ്തരേമ, നീ കൈ പിടിച്ചാണ് വേഗം കടത്തേണ്ടത്. അപ്പം നീ എങ്ങനെയാ ഞങ്ങളെ വിട്ടുപോയാൽ പറ്റുക? തെക്കതും ന അർഹസി, നീ ഞങ്ങളെ വിട്ടു പോകാൻ പാടില്ല. നീ പോണത് ഇപ്പം ആരുടെ കൂടെയാ? അകരുണേന യമേന, ഒരു കണ്ണി ചോരയില്ലാത്ത ഈ യമന്റെ കൂടെ കയ്യും പിടിച്ച് നീ ഇങ്ങനെ പോവുക. അതാ കുറച്ച് പോയിട്ടേ ഉള്ളൂ, മടങ്ങി വരാൻ സമയമുണ്ട്. നീ ദൂരത്തേക്ക് നീ പോവല്ലേ എന്ന് പറഞ്ഞ് കരയാണ്. അത് കഴിഞ്ഞ് പിന്നെയും കറിയാണ് ഉത്തിഷ്ഠ താത. സംസ്കൃതത്തിൽ ഈ താത എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ണി, മോനെ, കണ്ണ, അപ്പു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വാത്സല്യത്തോടു കൂടിയുള്ള വിളിയാണ്. ഉത്തിഷ്ഠ, എനിക്ക് നിന്റെ കൂട്ടുകാരെ ശിശവോ വയസ്യാസ്ത്വാം ആഹ്വയന്തി.
നൃപനന്ദന സംവിഹർത്തും, ദേ നിന്റെ കൂട്ടുകാരൊക്കെ വന്ന് ദേ ചുറ്റും നിൽക്കണു, ഒന്ന് നോക്ക്, നിന്നെ കളിക്കാൻ വിളിക്കുകയാണ്. സംവിഹർത്തും, കളിക്കാൻ വിളിക്കുകയാണ്. സുപ്തസ്ഥിരം, കുറെ നേരമായില്ലേ നീ ഉറങ്ങണു. അശനയാച ഭവാൻ പരീതോ, നിനക്ക് വിശക്കണില്ലേ? സ്തന്യം ഭുങ്ക്ഷസ്തനം, നീ പാല് കുടിക്കാൻ വാ. എന്താ ഇങ്ങനെ എന്ന് ആ പരിസരബോധവും ആ പ്രകൃതിയും ഒക്കെ വിട്ടിട്ട് നമ്മൾ ദുഃഖത്തിൻ്റെ അതിരേകത്തിൽ സ്വപ്രകൃതി തന്നെ മറന്നുപോകും. ആ രീതിയിലുള്ള ഒരു വലിയ ഒരു വിവരണമാണ് ഇതിലുള്ളത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അങ്കിരസ് മഹർഷി വരികയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇനി വേദാന്തം ആരംഭിക്കുന്നത്. അങ്കിരസ് മഹർഷി വന്നിട്ട് കണ്ട കാഴ്ച ഇങ്ങനെ, ഇദ്ദേഹമാണ് ഈ മിണ്ടാൻ പറ്റണില്ല. അങ്കിരസ് വന്നപ്പോൾ എങ്ങനെയോ അദ്ദേഹത്തിനെയൊക്കെ സ്വീകരിച്ചിരുത്തി. കുറച്ച് അങ്കിരസ് ഒറ്റയ്ക്കല്ല വന്നത്, അങ്കിരസ് മഹർഷി നാരദരെയും കൂട്ടിയിട്ടാണ് വന്നേ. നാരദരും ബ്രഹ്മപുത്രൻ തന്നെ, അവർ സഹോദരന്മാരെന്ന് പറയാം. അവർ രണ്ടുപേരും കൂടിയാണ് വന്നത്. വന്നു കഴിഞ്ഞിട്ട് അങ്കിരസ്, അപ്പോൾ മനസ്സിലായില്ല, ഇദ്ദേഹത്തിന് മനസ്സിലായില്ല ഇത് അങ്കിരസാണ്, ഇദ്ദേഹമാണ് ഇതിന് മുമ്പ് ഇവിടെ വന്നത്, ഈ ഉണ്ണി ഉണ്ടാവാൻ കാരണം അദ്ദേഹമാണ്. അതൊന്നും മനസ്സിലായില്ല, ആളെ മനസ്സിലായില്ല. ഇവർ രണ്ടുപേരും കൂടിയും വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഹർഷിമാർ കൊട്ടാരത്തിൽ വരും കാര്യങ്ങൾ അന്വേഷിക്കാൻ. ആ കൂട്ടത്തിൽ വന്ന ആരോ രണ്ടുപേരെന്ന് വിചാരിച്ചു. എന്തായാലും മഹർഷിമാരെ എങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് ആ രീതിയിലൊക്കെ സ്വീകരിച്ചു, ശോകത്തോടു കൂടി ഇരിക്കുകയാണെങ്കിലും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ശോകാവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷിക്കേണ്ടത് മഹർഷിമാരെന്നുള്ള നിലയ്ക്ക് തങ്ങളുടെ കടമയാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്കിരസ് ജ്ഞാനോപദേശം തുടങ്ങി. ഒരുപാട് ശ്ലോകങ്ങളുണ്ട്, വളരെ നല്ല കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. ആ പുഴയിൽ മണൽത്തരികളുണ്ട് ഇല്ലേ? ആ പുഴ ഇങ്ങനെ ഒഴുകുമ്പോൾ കുറേ മണൽത്തരികൾ ഒന്നിച്ച് കൂടും. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴോ ഇതൊക്കെ അകന്നു പോകും. അകന്നു പോയി കഴിഞ്ഞാൽ ആ മണൽത്തരികൾ വേറെ മണൽത്തരികളുടെ കൂടെ കൂടുക. യഥാ പ്രയാന്തി സംയാന്തി സ്രോതോ വേഗേന വാലുക. ഈ മണൽത്തരികൾ ഇങ്ങനെ കൂടുകയും അങ്ങനെ വിടുകയും ചെയ്യും ഈ ഒഴുക്കിൽ. അതേപോലെ കാലത്തിൻ്റെ പ്രവാഹത്തിൽ നമ്മൾ കുറേ പേര് ഒരുമിച്ച് കൂടണു, അത് കഴിഞ്ഞ് കുറേ പേര് പോണു. എഴുത്തച്ഛൻ പറഞ്ഞ പോലെ പെരുവഴിയമ്പലത്തിൽ നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കാൻ കൂടുന്ന ഒരു സഹയാത്രികരെ പോലെ കണക്കാക്കാനുള്ളൂ. നമ്മളിപ്പോൾ ബസ്സിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇപ്പോൾ തൃശ്ശൂർക്ക് പോവുകയാണ്. തൃശ്ശൂർക്ക് പോകാൻ ഇവിടുന്ന് ബസ്സിൽ കയറി നോക്കിയപ്പോൾ 2 പേര് ഇരിക്കുന്ന ഒരു സീറ്റിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. അതിൽ കയറി ഇരുന്നു ഞാൻ. ആ സീറ്റിൽ ഞാൻ കയറി ഇരുന്ന് കഴിയുമ്പോൾ ആ സീറ്റിൽ അടുത്തുള്ള ആളായിട്ടൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞു പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് തൃശ്ശൂർ ഇറങ്ങി 2 പേരും 2 വഴിക്ക് പോയി. ഈ ആളൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? എൻ്റെ കൂടെയാണ് വാസുദേവൻ, പേര് ചോദിച്ചിരുന്നു ഞാൻ. വാസുദേവൻ എൻ്റെ ഭാര്യ എൻ്റെ കൂടെയാണ് എന്ന് പറയണ പോലെ എനിക്ക് പറയാൻ പറ്റുമോ? വാസുദേവൻ എൻ്റെ കൂടെയാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ നമ്മളുടെ ജന്മത്തിൽ നമ്മുടെ സ്വന്തം മക്കൾ അല്ലെങ്കിൽ സഹോദരിമാർ അച്ഛനമ്മ എന്നൊക്കെ പറയുന്നത് അത്രയേ ഉള്ളൂ. അതൊരിക്കലും ശാശ്വതമാണെന്ന് നമ്മൾ വിചാരിച്ചു പോകരുത് എന്നുള്ള വലിയൊരു ആത്മോപദേശം നൽകി. അങ്ങനെ വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് നമ്മളുടെ ഈ മനുഷ്യൻ്റെ ജന്മം കൊണ്ടുള്ള ഉദ്ദേശങ്ങളെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടി മഹർഷിയുടെ ഉപദേശം കൊണ്ട്. അപ്പോൾ ഒന്ന് ആശ്വസിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നാരദരെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നാരദരും ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങേക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ളൊരു പ്രാപ്തിയായിട്ട് ഞാനൊരു മന്ത്രം ഉപദേശിക്കാം. ആ മന്ത്രം 7 ദിവസം ചില വ്രതനിഷ്ഠകളോടുകൂടി ജപിച്ചാൽ അങ്ങ് സംഘർഷണമൂർത്തി പ്രാപിക്കും. അങ്ങേക്ക് വിദ്യാധരത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് സംഘർഷണമൂർത്തിയെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. എൻ്റെ മനസ്സിന് വളരെ ആശ്വാസം നൽകി, അതുകൊണ്ട് ആരാണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ അന്ന് വന്ന അങ്കിരസാണ്, ഇദ്ദേഹം നാരദമുനിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അങ്കിരസൻ്റെ അവിടുത്തെ റോള് അദ്ദേഹം തത്വോപദേശമാണ് കൊടുത്തത്, ജ്ഞാനോപദേശമാണ് നൽകിയത്.
നാരദര് മന്ത്രോപദേശമാണ് നൽകിയില്ല, നൽകാൻ പോടും. അങ്ങനെ മന്ത്രോപദേശം നൽകി. ഈ മന്ത്രോപദേശം നൽകാൻ വേണ്ടി വന്നു. ഇത് രണ്ടും കൂടിയും ആയപ്പോഴാണ് വിദ്യാധരത്വം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം നാരദരെ നോക്കിയപ്പോൾ വിചാരിച്ച പോലെ ഉള്ള ഒരു അവസ്ഥ, ഈ മന്ത്രോപദേശത്തിന് ഉള്ള മാനസികാവസ്ഥയിലേക്ക് ചിത്രകേതു എത്തിയില്ല. ഉടനെ തന്നെ എന്ത് ചെയ്തു? വേറൊരു വലിയൊരു കാര്യം ചെയ്തു അവിടെ. അത് ഈ വ്യാസ ഭഗവാന്റെ ഒരു വലിയ ഒരു കഥ പറയാനുള്ള വലിയൊരു ടെക്നിക്കാണ്. എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് അദ്ദേഹം ആ മരിച്ചു കിടക്കുന്ന കുട്ടിയെ ജീവിപ്പിച്ചു എന്ന് പറയാൻ പാടില്ല. ആ ശരീരത്തിൽ നിന്നും പോയ ജീവനെ തിരിച്ചു വിളിച്ച് ആ ജീവൻ വന്നിട്ട് ജീവനോട് പറഞ്ഞു, നിന്റെ അച്ഛൻ ദുഃഖിക്കുന്ന കണ്ടില്ലേ? ഈ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കേണ്ട അനന്തരാവകാശി നീയാണ്. നീ എന്താ ഇങ്ങനെ ഈ പ്രായത്തിൽ തന്നെ പോണത്? അതുകൊണ്ട് നീ പോകരുത് എന്ന് ആ ജീവനോട് പറഞ്ഞു. ഉടനെ തന്നെ ആ ജീവൻ പറയാണ്, അച്ഛനോ? ഏതച്ഛൻ? അമ്മയോ? ഏതമ്മ? അല്ല, ഏത് ജന്മത്തിലമ്മ? എനിക്ക് കുറേ ജന്മമുണ്ടായി. അച്ഛനമ്മ സഹോദരൻ എന്നൊക്കെ പറയുന്നു. ഏതൊക്കെ ജന്മത്തിൽ ഇവരെൻ്റെ ശത്രുക്കളായിരുന്നു. അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ എന്നും എനിക്ക് മനസ്സിലാവില്ല ഏത് ജന്മത്തിലെ. അതാണ് ആദ്യത്തെ പ്രതികരണം. ഉടനെ തന്നെ അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ ഒരു ചൈതന്യം നൽകിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾക്ക് ജീവിതം ഉള്ളത്. ആ ജീവൻ ഈ ശരീരത്തിൽ നിന്നും ആ ചൈതന്യം പോയി കഴിയുമ്പോഴാണ് നിര്യാണം, നിഹീയാനം, നിര്യാണം, പുറത്തേക്കും അത് പോയി കഴിയുമ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്. അപ്പം അത് ഒരു പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തത്വമാണ്. ഈ ജീവൻ പിന്നെ ഒരു വലിയൊരു കാര്യം പറഞ്ഞു, എൻ്റെയാണ് നിങ്ങളെന്നോ നിങ്ങളുടേതാണ് ഞാനെന്നോ പറയാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മൾക്കൊരു ഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഒരു 10 സെൻറ്റ് ഭൂമിയുണ്ട്. ആ ഭൂമി ഞാൻ കൈവശം വെച്ചു, അതിലൊരു വീട് വെച്ചു. അതിനോട് എനിക്ക് വൈകാരികമായിട്ടുള്ള വലിയൊരു ബന്ധമുണ്ടായി, സ്നേഹമുണ്ടായി. അതെൻ്റെ എന്ന് ഞാൻ അഭിമാനിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് അതൊരു വലിയ വിലയ്ക്ക് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു? ആ ഭൂമി അയാൾക്ക് കൊടുത്തു. അയാൾക്ക് കൊടുത്തു കഴിഞ്ഞ് ഞാൻ പോന്നു, വേറൊരു ഭൂമി വാങ്ങിച്ച്, വേറൊരു വീട് വാങ്ങിച്ച് അതിലേക്ക് താമസം മാറ്റി. അപ്പോൾ എനിക്ക് അതുവരെ ഉണ്ടായിരുന്നൊരു മമത, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്നൊരു സ്നേഹം, അതുവരെ ഉണ്ടായിരുന്നൊരു സെൻറ്റിമെൻറ്റ്സ് ആ ഭൂമിയോട് പിന്നെ ഉണ്ടാവുമോ? ഉണ്ടാവാൻ പാടില്ല. അതുപോലെയാണ് ഈ കുട്ടികൾ നമുക്കുണ്ടായി. നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ തന്നൊരു നിധി. അതിനെ ഭഗവാൻ തിരിച്ചു കൊടുത്തു. നമ്മൾ കഴിഞ്ഞു. അതെൻ്റെ മുതലല്ല, സൂക്ഷിക്കാനായിട്ട് പണം തിരിച്ചു കൊടുത്ത പോലെ. അത്രേ അതിനെപ്പറ്റി കരുതാൻ പാടുള്ളൂ. അത് യഥാ വസ്തൂനി പണ്യാനി ഹേമാദീനി തതസ്തത പര്യടന്തി നരേഷ്വേവം. ആഭരണത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്. ഒരാഭരണം ഇപ്പം എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വേറൊരാൾക്ക് വിറ്റു, അപ്പം അത് അയാളുടെ കയ്യിലായി. അയാളത് വേറൊരാൾക്ക് വിറ്റു, വേറൊരാളുടെ കയ്യിലായി. ഇങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഈ ജീവൻ്റെ ഗതി. ഓരോരോ ശരീരങ്ങളിൽ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഇവരൊട്ടും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്നും കൂടി ആ ജീവൻ പറഞ്ഞ് പോയി. ആ ജീവൻ അങ്ങനെ പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടിയും ധൈര്യമായി ചിത്രകേതുവിന്. അപ്പോൾ നാരദരെന്ത് ചെയ്തു? നാരദർക്ക് മനസ്സിലായി ഇപ്പോൾ വളരെ പക്വത വന്നു. ആ മന്ത്രം ഉപദേശിക്കുകയാണ് ചെയ്യണേ. അവിടെ ഇദ്ദേഹത്തിനെ പൂജിക്കാൻ, സംഘർഷനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണേ. ആ മന്ത്രം ഭാഗവതത്തിൽ അനവധി മന്ത്രങ്ങളുണ്ട്. ഒരുപാട് ഭയങ്കര ശക്തിയുള്ള മന്ത്രങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മന്ത്രമാണ് ഓം നമസ്തുഭ്യം ഭഗവതേ
വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച എന്ന് തുടങ്ങുന്ന ഒരു വേദാന്തപരമായിട്ടുള്ള സ്തുതികൾ. ഭാഗവതത്തിലെ എല്ലാ സ്തുതികളും വേദാന്തപരമാണ്. ഏത് സ്തുതി വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ, അതിലൊക്കെ വേദാന്ത തത്വങ്ങളുണ്ട്. അങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സകല സാത്വത പരിവൃഢ നികര കര കമല കുഡ്മളോപലാളിത ചരണാരവിന്ദയുഗള പരമ പരമേഷ്ഠിൻ നമസ്തേ എന്ന് പറഞ്ഞ് ആ മന്ത്രം കഴിയാണ്. ഈ മന്ത്രം 7 ദിവസം ജലപാനം മാത്രം നടത്തി വ്രതശുദ്ധിയോടുകൂടിയിട്ട് അനുഷ്ഠിച്ചപ്പോൾ വിദ്യാധരാധിപത്യം എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. ഈ വിദ്യാധരാധിപത്യം എന്നൊക്കെ പറയണത് ഒരു ഡെസിഗ്നേഷനൊന്നുമല്ല, അതൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ. മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ഭക്തി കൊണ്ട് ശ്രേഷ്ഠമാവുമ്പോൾ, നമ്മുടെ മനസ്സ് ശ്രേഷ്ഠമാവുമ്പോൾ എത്തുന്ന അവസ്ഥ, അതിനെ വളരെ ഭംഗിയായിട്ട് മേൽപ്പത്തൂര് നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിത. ആദ്യം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നടക്കുക. സ്മരന്തോ രൂപം തേ വരദ. അത് കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപം എപ്പോഴും മനസ്സിലിങ്ങനെ വിചാരിക്കുക. കഥയന്തോ ഗുണകഥ. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ചരന്തോ യേ ഭക്താഹ. ഇങ്ങനെ ഏതൊരു ഭക്തന്മാരാണോ ചരിക്കുന്നത്, ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമോൻ. അവര് അങ്ങയിൽ തന്നെ, ഭഗവാനിൽ തന്നെ ലയിക്കുന്നവരായിട്ട് ഭവിക്കും. അവരെ ഞാൻ ധന്യാൻ മന്യേ. അവരാണ് ഏറ്റവും വലിയ ധന്യന്മാരെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ കാരണം? അവരെങ്ങനത്തവരായി? സമധിഗത സർവാഭിലഷിതാൻ. അവരെല്ലാ അഭിലാഷങ്ങളും നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റവും ആനന്ദം. നമ്മളെപ്പോഴാണ് ദുഃഖം ഉണ്ടാവുക? നമ്മുടെ മോഹം ഉണ്ടാവുമ്പോഴാണ്. എന്താ മോഹം ഉണ്ടാവുമ്പോൾ എന്തിനാ ദുഃഖം? അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖം തന്നെ, വേറൊന്നുമല്ല. അത് കിട്ടിയാലോ അത് വേണ്ട പോലെ സൂക്ഷിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ള ദുഃഖം. അത് മാത്രമല്ല, അത് കയ്യിൽ നിന്ന് പോവുമല്ലോ എന്നുള്ള പേടി. അത് പോയാലോ അപ്പോഴും ദുഃഖം, അത് പോയില്ലേ എന്നുള്ളത്. അപ്പം എന്തായാലും ദുഃഖമാണ്. ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥ എത്തിയാലോ പിന്നെ നമുക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയാണ് ഈ വിദ്യാധരാധിപത്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒന്നുമല്ല. മനസ്സിൻ്റെ പരമാനന്ദ അവസ്ഥയിലെത്തുക. ആ അവസ്ഥയിലേക്ക് ചിത്രകേതു എത്തി. എന്നാലോചിച്ച് നോക്കൂ, ഒരു സാധാരണ മനുഷ്യനായിരുന്ന ആ രാജാവിൻ്റെ മാനസികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ഉത്കർഷം, ആ ഉത്തുംഗതയിലേക്ക് എത്തിയ ആ സ്റ്റെപ്പുകൾ എത്ര ഭംഗിയായിട്ട് വ്യാസഭഗവാൻ പറഞ്ഞേക്കണേ. അങ്ങനെ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വിദ്യാധരാധിപതിയെ കാണാൻ പോണ വഴിയിൽ സാക്ഷാൽ സംഘർഷണമൂർത്തി ദർശനം കൊടുത്തു, പ്രത്യക്ഷനായിട്ട് വന്നു. ആ സംഘർഷണമൂർത്തിയുടെ ഒരു വർണ്ണനയുണ്ട് അതിലൊരു ശ്ലോകത്തിൽ. നീലവസ്ത്രം ധരിച്ച് കിരീടവും വെച്ച് തോൾവള, കൈവള, അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ ആയിട്ട് വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തോടുകൂടി ചുമന്ന കണ്ണുകൾ ഒക്കെ ആയിട്ടുള്ള സിദ്ധേശ്വരന്മാരൊക്കെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഭഗവാനെ ദർശിച്ചു. ആ ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ദർശനം കിട്ടിയപ്പോൾ ഒരു ഷോക്ക് കിട്ടിയ മാതിരി ആകെ ഒന്നും മിണ്ടാനും പറ്റണില്ല. കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, ദേഹം വിറയൽ വരുന്നുണ്ട്, രോമാഞ്ചം വരുന്നുണ്ട്. നമസ്കരിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്തുതിയുണ്ട് ഇതിൽ, അതിഗംഭീരമായിട്ടുള്ളൊരു സ്തുതി. ആ സ്തുതി വളരെ വേദാന്തപരമായിട്ടുള്ള സ്തുതിയാണ്. അതാണ് അടുത്ത വേദാന്തപരമായിട്ടുള്ളൊരു ഭാഗം. ആ സ്തുതിയിലെ ഒരു പ്രത്യേകത ഞാൻ പറയാം. വ്യാസഭഗവൻ, നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലൊരുപാട് സംസ്കൃത വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാവ്യമാണല്ലോ, കവിതയാണല്ലോ ഇത്. ഗദ്യമുണ്ട്, പദ്യമുണ്ട്. പഞ്ചമസ്കന്ധാധികവും ഗദ്യമാണ്, പക്ഷെ പദ്യമാണ് അധികം. ആ പദ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള സംസ്കൃത വൃത്തങ്ങളിൽ വ്യാസഭഗവാന് ചില ഭാഗങ്ങൾ, ഭാഗവതത്തിലെ ചില ഭാഗങ്ങൾ അതിപ്രധാനമാണ് എന്ന് തോന്നിയിട്ടാണോ എന്ന് തോന്നും. ആ വൃത്തം വേറൊരു ദിക്കിൽ ഉപയോഗിച്ചിട്ടില്ല.
പ്രധാനം എന്ന് തോന്നുന്ന ഭാഗത്ത് ഉപയോഗിച്ചേക്കണ വൃത്തം മറ്റൊരു ഭാഗത്ത് ഉപയോഗിച്ചിട്ടില്ല. ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രുതിഗീത. വേദങ്ങൾ വന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന, നമസ്കരിച്ച് സ്തുതിക്കുന്ന ഒരു ഭാഗം ദശമസ്കന്ധത്തിലെ 87-ാമത്തെ അധ്യായത്തിലെ. അതിലെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു വൃത്താണ്. ആ വൃത്തം വേറൊരു ദിക്കിലും ഇല്ല. അതേപോലെ തന്നെയാണ് ഗോപികാഗീതം. ഗോപികാഗീതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വൃത്തവും വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല. യുഗളാഗീതമുണ്ട്, ആ വൃത്തം വേറെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഈ ചിത്രകേതുവിൻ്റെ ഈ സംഘർഷണ സ്തുതി ആര്യ എന്ന് പറയുന്ന വൃത്തം ഇവിടെ മാത്രമേ ഭാഗവത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറൊരു ദിക്കിൽ ഉപയോഗിച്ചിട്ടില്ല. അതായത് അത്ര പ്രാധാന്യമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിലെ 15 ശ്ലോകങ്ങളുണ്ട്. വളരെ ഭംഗിയുള്ളൊരു സ്തുതിയാണ്. അത് മുഴുവനും ഇപ്പോൾ പറയാൻ സമയമില്ല. ഞാൻ അതിൽ ആദ്യത്തെ ഒരു ശ്ലോകം മാത്രം ഒരു സാമ്പിളായിട്ട് പറയാം. അജിത ജിത സമമതിഭി സാധുഭിർഭവൻ ജിതാത്മഭിർഭവത വിജിതാസ്തേപി ച ഭജതാം അകാമാത്മനം യ ആത്മദോതി കരുണ. അർത്ഥം വളരെ രസമുള്ളൊരു അർത്ഥമാണ്. അജിത എന്നാണ് സംബോധന. അജിത എന്ന് പറഞ്ഞാൽ ആർക്കും ജയിക്കാൻ സാധിക്കാത്തവനെ എന്നാണ് വിളിച്ചത്. ഉടനെ തന്നെ പറയണതാണ് ജിത, എന്നാൽ ജയിക്കപ്പെട്ടവൻ. വേറെ ചില ആൾക്കാർ അങ്ങേ ജയിച്ചു, അതാരാണെന്ന് പറഞ്ഞേക്കണു. സാധുഭിഹി, സാധുക്കളാൽ, സജ്ജനങ്ങളാൽ, ഭക്തന്മാരാൽ അങ്ങ് അവരുടെ മുമ്പിൽ തോറ്റുകൊടുത്തു. ഭക്തന്മാരുടെ മുമ്പിൽ തോറ്റുകൊടുത്തു. പക്ഷേ എങ്ങനത്തെ ഭക്തന്മാര്? സമമതിഭിഹി, സമചിത്തന്മാര്, എല്ലാം സമമായിട്ട് കാണുന്നവര്, ദ്വന്ദ്വങ്ങളെ അതിജീവിച്ച ആൾക്കാർ, എല്ലാവരും ഒരേപോലെ എന്ന ആ ആയിട്ടുള്ള മനസ്സ് കിട്ടിയിട്ടുള്ള ആള്. ജിതാത്മഭിഹി, ആത്മാവിനെ സ്വയം തന്നെ ജയിച്ചവൻ. അവനവനെ ജയിച്ചവന് മാത്രമേ ഭഗവാനെ ജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശം അത്. എങ്ങനെയാ അവനവനെ ജയിക്കുക? അവനവൻ്റെ മനസ്സിനെ ജയിക്കുക. എങ്ങനെയാ മനസ്സിനെ ജയിക്കുക? ക്ഷമയുണ്ടാവുക. ദേഷ്യം വരുന്നവരൊന്നും ജയിച്ചവരല്ല. അവരുടെ അടുത്തേക്കൊന്നും ഭഗവാൻ പെട്ടെന്ന് വരില്ല. അപ്പോൾ ഭഗവാനെ ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവനവനെ ആദ്യം ജയിക്കണം. അതാണ് അതിൻ്റെ സന്ദേശം. എന്നാലോ ഭവത വിജിതാസ്തേ, അവരെ ഭഗവാനും ജയിച്ചു. ഭഗവാനും ജയിച്ചു എന്ന് പറയണ അകാമാത്മനാമ്യ. അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ ജയിച്ചു എന്ന് മനസ്സിലായേ? എങ്ങനെയാന്ന് വെച്ചാൽ ആത്മദോതി കരുണ. ഭഗവാൻ അതികരുണനാണ്. ഭഗവാൻ എന്താ ചെയ്യണേ? അവനവനെ തന്നെ കൊടുക്കുകയാണ് ചെയ്യണേ. ആത്മദഹ, അവനവനെ തന്നെ കൊടുക്കുകയാണ് ചെയ്യണേ. ഭഗവാനെ തന്നെ കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ സമമതികളായിട്ടുള്ളവര്, ജിതാത്മാക്കളായിട്ടുള്ളവര്, അങ്ങനെയുള്ള സാധുക്കൾക്ക് വളരെ പ്രാപ്യനാണ് ഭഗവാൻ. ആ ഭഗവാൻ അവരോട് അതികരുണനാണ്. ഭഗവാനെ തന്നെ അവർക്ക് കൊടുക്കും എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ ഉള്ള മുത്തുമണികളായിട്ടുള്ള 15 ശ്ലോകങ്ങളാണ്. അത് വ്യാസഭഗവാൻ തന്നെ നിശ്ചയിച്ചു വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അവസാനിപ്പിക്കണതോ സാധുക്കളെ പറ്റി, നല്ലവരെ പറ്റി പറഞ്ഞ് തുടങ്ങി അല്ലാത്തവരെ പറ്റി പറഞ്ഞാണ് അവസാനിപ്പിക്കണേ. നമസ്തുഭ്യം ഭഗവതേ സകല ജഗൽ സ്ഥിതിലയോദയേശായ ദുരവസിതാത്മഗതയെ കുയോഗിനാം ഭിദാ പരമഹംസായ. ഭിദാ നേരത്തെ പറഞ്ഞ് ആ സമമതി ഭീ എന്നുള്ളതിൻ്റെ വിപരീതമാണത്. എല്ലാം ഭേദബുദ്ധിയോടുകൂടി കാണുന്നത്. ഇയാൾ വലുത്, ഇയാൾ ചെറുത്, അയാൾ പൊട്ട, ഇയാൾ ചീത്ത, ഇയാൾ നല്ലത്, അങ്ങനെയുള്ള ഭേദബുദ്ധിയോട് കൂടിയിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെ കാണുന്നവരാണ് ഭിദ എന്ന് പറഞ്ഞു. അങ്ങനത്തെ കുയോഗിനാം, കുയോഗികൾക്ക്, യോഗികളല്ലാത്തവർക്ക്, അവർക്ക് ഭക്തരല്ലാത്തവർക്ക് ദുരവസിത ഗതിയാണ്. ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് അവസാനം പറയുകയും ചെയ്യാണ്. പിന്നെ ആ സംഘർഷണമൂർത്തി അനന്തനാണ്. അനന്തൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, മഹാവിഷ്ണു തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ചാൽ ആ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ വ്യാപൃതി, ഭഗവാന്റെ വ്യാപൃതി കാണിക്കുന്ന ഒരു രൂപമാണ് ഈ സംഘർഷണ മൂർത്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിൽ പറയുന്നു അവസാനം ഭൂമണ്ഡലം സർഷപായ ദിയസ്യ മൂർധ്നി. സർഷപം എന്ന് പറഞ്ഞാൽ കടുകാണ്. ആ ഭൂമിയെ മുഴുവനും ഒരു കടുക് പോലെ ആക്കിയിട്ട് ശിരസിൽ വെച്ചേക്കാണ്. സഹസ്രമൂർധ്നെ, 1000 തലകളുള്ള. 1000 എന്ന് സഹസ്രം എന്ന് സംസ്കൃതത്തിൽ അനേകം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അനേകം മൂർധാക്കളുണ്ട്. അല്ല, ഒരു കടുക് മണി പോലെ ഭൂമിയെ ആക്കിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ആ ഭഗവാന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ആ സ്തുതി അവസാനിക്കുകയാണ്. അതിനുശേഷം ഭഗവാൻ പ്രത്യക്ഷമായിട്ട് ഒരു മറുപടി പറയലുണ്ട്. ആ മറുപടിയിൽ മുഴുവനും വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. എന്താണ് പറയണത്? ലബ്ധ്വേഹ മാനുഷീം യോനിം ജ്ഞാനവിജ്ഞാന സംഭവം. അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ. ഒരു 15 ശ്ലോകം കൊണ്ട് അവിടെ ഭഗവാൻ സംഘർഷണമൂർത്തി ഈ ചിത്രകേതുവിനെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നത് കുറേ ശ്ലോകങ്ങളുണ്ട്. അതിൽ ഒരുപാട് വേദാന്ത കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചിലത് ഞാൻ പറയാം. ലബ്ധ്വേഹ മാനുഷീം യോനിം ജ്ഞാനവിജ്ഞാന സംഭവം. ജ്ഞാനവിജ്ഞാന സംഭവം എന്നാണ് മനുഷ്യജന്മത്തിൻ്റെ വിശേഷണം കൊടുത്തേക്കണേ. ഈ മനുഷ്യജന്മത്തിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ജ്ഞാനം വിജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത്. എന്താ ജ്ഞാനവും വിജ്ഞാനവും വ്യത്യാസം? ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന അറിവാണ്. എന്താ ഉദാഹരണം പറയാൻ പറ്റുക? ഒരു ചെറിയ കുട്ടി ഒരു വീട്ടിലൊരു വൈകുന്നേരം നാമം ജപിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ചെറിയ കുട്ടിയുണ്ട്, അച്ഛനും അമ്മയുണ്ട്. നാമം ജപിക്കുന്നതിൻ്റെ ഇടയിലാണ് വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് നല്ല ഭംഗി ഈ നാളം കാണുമ്പോൾ. അപ്പോൾ ആ കുട്ടി ആ നാളം ഒന്ന് പിടിക്കാൻ പോവുക. കുട്ടികൾ എന്ത് കണ്ടാലും പിടിക്കാൻ പോയപ്പോൾ വേഗം അരുത് പൊള്ളും ചൂടും അത് തൊടരുത് എന്ന് പറഞ്ഞ് മാറ്റി നമ്മൾ. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ അപകടമുള്ളൊരു സാധനം എന്ന് മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഇത് എന്താണ് ചൂടെന്നും പൊള്ളലെന്നും അതൊന്നും മനസ്സിലായില്ല. എന്തോ അപകടം ഉണ്ട്, അത് തൊടാൻ പാടില്ല എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് നാമം ജപമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? പൂജാമുറിയിൽ പതുക്കെ പോയി. വിളക്ക് കെട്ടിട്ടില്ല. അച്ഛനും അമ്മയും പറഞ്ഞ് വിശ്വാസമായില്ല. പോയി ഒന്ന് പതുക്കെ തൊട്ട് നോക്കിയപ്പോൾ എന്തായി? കാര്യം മനസ്സിലായി. അപ്പോൾ അവിടെ ജ്ഞാനം വിജ്ഞാനമായി. അനുഭവം വരുമ്പോഴാണ് വിജ്ഞാനത്തിലേക്ക് മാറുക. അത് ബുദ്ധിയെ കൊണ്ട് സാക്ഷാത്കരിക്കലാണ് വിജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് ബുദ്ധിയെ കൊണ്ട് സമ്മതിപ്പിക്കലാണ്. ഇപ്പോൾ തീ തൊട്ട പൊള്ളും, അതൊരു അറിവ്. അതിന് ബുദ്ധിയെ കൊണ്ട് സമ്മതിപ്പിച്ചു, തീ തൊട്ടാ പൊള്ളും. പക്ഷെ തൊട്ട് പൊള്ളി കഴിയുമ്പോഴോ അനുഭവമായി, അതിനെ സാക്ഷാത്കരിച്ചു ജ്ഞാനത്തിനെ. അതാണ് ജ്ഞാനവിജ്ഞാന സംഭവം. അതാ ഈ മനുഷ്യന് മാത്രം സാധിക്കുന്നതാണ് ആ ഒരു സാക്ഷാത്കാരം നടത്താൻ വേണ്ടിയിട്ട്. അത് ഭാഗവതത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരുപാട് സൃഷ്ടികൾ നടത്തിയിട്ടും ബ്രഹ്മാവിന് തൃപ്തിയായില്ല. അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ വളരെ സന്തോഷമായി അത്രേ. എന്താ കാരണം എന്നറിയാമോ? കാരണം വേറൊന്നുമല്ല, ബ്രഹ്മൈവ ലോകാധിഷണം. ഇപ്പോഴേ എൻ്റെ സൃഷ്ടി ബ്രഹ്മൈവ ലോകാധിഷണം ആയുള്ളൂ. ഈ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിശേഷമായിട്ടുള്ള ഒരു കഴിവുമുള്ള ഒരു സൃഷ്ടിയെ ഇപ്പോഴേ എനിക്കുണ്ടായുള്ളൂ എന്ന് പറയുന്നു. അതിൽ എന്ത് ചെയ്തു? മുദമാപദേവ. ആ ബ്രഹ്മാവിന് വളരെ സന്തോഷമായി അത്രേ. പക്ഷെ ഇപ്പോൾ ആ ബ്രഹ്മാവ് ചിലപ്പോൾ കരയുന്നുണ്ടാവും. കാരണം നമ്മൾക്ക് ഈ ജന്മം കിട്ടിയിട്ട് നമ്മളതിനൊന്നും പരിശ്രമിക്കണില്ല. അപ്പോൾ ഈ മനുഷ്യജന്മം കൊണ്ട് മാത്രം നേടിയെടുക്കാവുന്നതാണ് ഈ പുരുഷാർത്ഥങ്ങൾ. മറ്റൊരു ജന്മം കൊണ്ട് സാധിക്കില്ല. അതാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. ഇതുപോലെ വളരെ അർത്ഥവത്തായിട്ടുള്ള കുറേ ഇതായി അനുഗ്രഹിച്ച ആ വിദ്യാധരത്വം കിട്ടിയ ചിത്രകേതുവിന് ഈ വിദ്യാധരത്വം കിട്ടിക്കഴിഞ്ഞാൽ ആകാശഗമനമൊക്കെ നടത്താൻ പറ്റും. അങ്ങനെ ഈ കഥയിലെ ചിത്രകേതു ഉപാഖ്യാനത്തിലൊരു ആൻറ്റി ക്ലൈമാക്സ് തുടങ്ങണം. ചിത്രകേതു എന്ത് ചെയ്തു? കൊട്ടാരം പോലത്തെ ഒരു തേര്. ആ തേര് ആകാശത്തിൽ കൂടെ ഇങ്ങനെ പറക്കും. അങ്ങനെ പറക്കണ ഒരു തേര്. ആ തേരിൽ കയറിയിട്ടാണ് പിന്നെ സഞ്ചാരമൊക്കെ. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ പോയി. അപ്പോൾ തോന്നി എന്തായാലും ഇതിലിങ്ങനെ പോയി എവിടെ വേണമെങ്കിൽ പോയി കാണാമല്ലോ. അപ്പോൾ നമ്മൾ വിമാനത്തിൽ പോകുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ പല കാഴ്ചകൾ കാണില്ലേ? അതുപോലെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ കൈലാസത്തിൻ്റെ അവിടെ എത്തി. കൈലാസത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല ഭംഗി, ഹിമാലയല്ലേ, കാണാൻ എന്താ രസം. അങ്ങനെ കീഴ്പോട്ടേക്ക് നോക്കിയപ്പോൾ ഒരു സീൻ കണ്ടു, ഒരു രംഗം കണ്ടു. എന്താ രംഗം? ആ രംഗം കൈലാസത്തിൽ ആരാ ഉള്ളത്? മഹാദേവൻ, സാക്ഷാൽ മഹാദേവൻ. ആ മഹാദേവൻ ഇരിക്കുന്നുണ്ട്. കുറേ ഋഷിമാരും
നാരദരടക്കമുള്ള കുറേ ഋഷിമാരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഋഷിമാരിങ്ങനെ ഇരിക്കുന്നുണ്ട്, അവരോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും അപകടമില്ല. പക്ഷെ ചിത്രകേതുവിൻ്റെ കണ്ണിൽ അപകടമുള്ളൊരു കാര്യം കണ്ടു. എന്താണെന്നറിയോ? പാർവതി എടുത്ത ആ സമയത്ത് മടിയിൽ വെച്ചിക്കുക. പാർവതി ഇങ്ങനെ മടിയിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ മടിയിൽ ഇരുന്നാൽ മതി മുപ്പത്തിയാർക്ക്. അതല്ല, ഒരു കൈ കൊണ്ട് ഇങ്ങനെ മഹാദേവൻ്റെ കഴുത്തിലിങ്ങനെ ആലിംഗനം ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എന്നാലും വലിയ വിരോധമില്ല. മഹാദേവൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ പാർവതിയും ഇങ്ങനെ ആലിംഗനം ചെയ്തിരിക്കുന്നുണ്ട്. ഇതാ ഇരിപ്പ്. ഈ ഇരിപ്പ് ഇരുന്നുകൊണ്ടാണ് ഈ മുനിമാരോടൊക്കെ വലിയ വലിയ വേദാന്തം പറയണതേ. അതൊരു സുഖമില്ലാത്ത പരിപാടിയാണല്ലോ എന്ന് തോന്നിപ്പോയി. കാര്യം വിദ്യാധരത്വം കിട്ടി, ഇത്ര ജ്ഞാനം കിട്ടി, അറിവ് കിട്ടി. അതാണ് നമ്മൾ പറയണത്. നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രയോ പേരെ കാണുന്നു പ്രൊമോഷനൊക്കെ ആയി IAS കൺഫർ ചെയ്ത് വലിയ സെക്രട്ടറിയും അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ആവണ ആൾക്കാർ വരെ ആ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ പതിക്കാൻ അവർക്ക് എത്ര പെട്ടെന്ന് സാധിക്കണു. അവർ പല ദൗർബല്യങ്ങൾക്കും വിധേയരായിട്ട്. അതുപോലെ ഈ പൂർവ്വജന്മത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം ക്ഷയിക്കാതെ കിടക്കുന്ന ഏതോ ഒരു വാസന. നമുക്കിപ്പോൾ ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആൻറ്റിബയോട്ടിക് കഴിക്കും. ആൻറ്റിബയോട്ടിക് എന്ത് ചെയ്യും? ഈ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കും. നശിപ്പിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം പറയും, നിങ്ങളുടെ രോഗലക്ഷണങ്ങളൊക്കെ മാറിയുന്നുണ്ടെങ്കിലും ഞാൻ പറയാണ്ട് മരുന്ന് നിർത്തരുത്. ആ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങാനും ഈ രോഗം വീണ്ടും തലപൊക്കിയാൽ ഈ മരുന്ന് ഫലിക്കാണ്ട് വരും, ഭയങ്കരവും എന്നൊക്കെ പറയും നമ്മളോട്. അതുപോലെ ഈ ജ്ഞാനം ആകുന്ന ഔഷധം കൊണ്ട് വാസനകളെയൊക്കെ ക്ഷയിപ്പിക്കാൻ സാധിച്ചു ചിത്രകേതുവിന്. അങ്ങനെ വിദ്യാധരത്വം കിട്ടി എന്നുണ്ടെങ്കിലും ഏതോ ഒരു മുക്കില് പൂർവജന്മത്തിലെ ഏതോ ഒരു വാസന ക്ഷയിക്കാതെ കിടന്നിരുന്നു. ആ വാസന തലപൊക്കി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പരിഹസിക്കാൻ തോന്നി. ഇത് കണ്ടപ്പോൾ മിണ്ടാണ്ട് പോകാൻ പറ്റില്ല. ഇതൊന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ. ചില ആൾക്കാരില്ലേ, ചിലത് കണ്ടു കഴിഞ്ഞാൽ വായടക്കാൻ പറ്റില്ല അവർക്ക്, പ്രതികരണ ശേഷി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അപകടമാവും പലപ്പോഴും. അതുപോലെ ആളെന്ത് ചെയ്തു? ആള് ഇങ്ങോട്ട് വന്നിട്ട് കേക്കെ ഉറക്കെ പറഞ്ഞു, അയ്യേ എന്ത് പണിയായി കാണിക്കണത്? ഇത്രയും ഋഷിമാരും മുനിമാരും ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം? ഇത്ര വലിയ വേദാന്തം പറയണ ആള്, ഇത്ര വലിയ ആളാണെന്നാണല്ലോ പറയണത്. ഇത് വളരെ ഹീനരായിട്ടുള്ളവരും കൂടിയും ഒരു ജ്ഞാനഹീനരായിട്ടുള്ളവരും ഇത് ചെയ്യില്ല. കാരണം എന്താ? അവർ ജ്ഞാനഹീനരാണെന്നേ ഉള്ളൂ, വിദ്യാഹീനരാണെന്നേ ഉള്ളൂ, ലജ്ജാഹീനരല്ല. ഇതിപ്പോ അവരെക്കാളും കഷ്ടമായിട്ടാണല്ലോ ചെയ്യണത്. എന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. മഹാദേവനൊന്ന് പുഞ്ചിരിച്ചു. കാര്യമില്ല, എന്താ അപ്പോൾ വെറുതെ ഒന്ന് അതിനെ വളരെ ഇതായിട്ട് എടുത്തു. പക്ഷേ ദേവിക്ക് അതത്ര സുഖമായി തോന്നിയില്ല. ഇവനിൽ അഹങ്കാരം ബാക്കി നിൽക്കുകയാണ്. ഇവനെ ഇനിയും ശുദ്ധീകരിക്കാനുണ്ട്. ഇവൻ ഭക്തനാണ്, ശരിയാണ്. പക്ഷേ ഇവനിൽ ഇനിയും ക്ഷയിക്കാതെ കിടക്കുന്ന വാസനയെ അത് ഉന്മൂലനം ചെയ്യണം, വേരോടെ പറിച്ചു കളയണം. അതിന് ഇവന് ഒരു ശിക്ഷ കൊടുത്തേ പറ്റൂ എന്ന് തീരുമാനിച്ചിട്ട് ദേവി എന്ത് ചെയ്തു? രുഷാഹ ദേവി ധൃഷ്ടായ നിർജിതാത്മാഭിമാനിനെ. നിർജിതാത്മാവാണ് ഞാൻ. എനിക്ക് വിദ്യാധരത്വം കിട്ടിയത് എനിക്ക് എൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള ശക്തി പരിപൂർണമായതുകൊണ്ടാണ് എന്ന് അഭിമാനം കൊള്ളുന്ന അവനെ, ധൃഷ്ടനാണ് അവൻ. അവൻ്റെ അഹങ്കാരം ഇപ്പോഴും നശിച്ചിട്ടില്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ദേവി ശപിച്ചു. ദേവി പറഞ്ഞു, നീ ഇനിയും അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോണേ? ഈ വിദ്യാധരത്വം കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ എന്താണെന്ന് അറിയാമോ? അടുത്ത പ്രൊമോഷൻ വൈകുണ്ഠത്തിലേക്കാണ്. എന്താ വൈകുണ്ഠത്തിലേക്കെന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടും. അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ ജന്മമില്ല. പിന്നെ ജനിമൃതികൾക്ക് അപ്പുറമായിട്ടുള്ള അപുനർഭവം എന്ന് പറയുന്ന മോക്ഷം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് വേറൊരു ജീവനായിട്ട് വരേണ്ട ആവശ്യമില്ല. ആ അവസാനത്തെ മോക്ഷാവസ്ഥയിലേക്ക് എത്തും. അവിടേക്ക് എത്താനുള്ള പക്വത നീ ആയിട്ടില്ല. ഇനിയും നീ ഒരു ജന്മം എടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട്
പാപീയസിം യോനിമാസുരീം യാഹി ദുർമതേ. നീ ഒരു കാര്യം ചെയ്യേ, നീ ഒരു അസുര യോനിയിൽ പോയിട്ട് ഇനി നീ ജനിക്ക്, ഒരു ജന്മം കൂടി നിനക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സാധാരണ അങ്ങനെ ഒരു ശാപമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവേണ്ട ഒരു പ്രതികരണം? പെട്ടെന്ന് വല്ലാത്ത ദുഃഖവും, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി, അപ്പോൾ അയ്യോ എന്നൊക്കെയുള്ള വിഷമം. ഉടനെ തന്നെ വീണ് നമസ്കരിച്ചിട്ട് ക്ഷമിക്കുക, എനിക്ക് പാപം എന്നെ ഈ ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നാണ് സാധാരണ പറയുക. ചിത്രകേതു എന്താ ചെയ്തതെന്നറിയോ? ചിത്രകേതു പതുക്കെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് പോയിട്ട് ദേവിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ദേവിയോട് പറഞ്ഞു, അമ്മേ, അമ്മ തന്ന ഈ ശാപം ദാ 2 കൈയും നീട്ടി ഞാൻ വാങ്ങിച്ച് എൻ്റെ ശിരസ്സിൽ വെച്ച് നമസ്കരിക്കണം. എനിക്ക് ശാപമോക്ഷം വേണ്ട. ശാപം ഒന്ന് ശക്തി കുറച്ച് തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഒരിക്കലും എനിക്കത് വേണ്ട. എൻ്റെ പൂർവജന്മത്തിലുള്ള കർമ്മഫലം ഞാൻ അനുഭവിക്കണു എന്ന് ഞാൻ വിചാരിച്ചോളാം. ഒരു വിരോധമില്ല. അമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, യാതൊരു സംശയമില്ല. എന്താ കാരണം എന്നറിയോ? വ്യാസഭഗവാൻ തന്നെ അതിലൊരു സൂചന തന്നിട്ടുണ്ട്. യഥേഹ ഭൂയോ മഹതാം ന കർത്താ പുത്ര കിൽബിഷം. ശാപം കഴിഞ്ഞിട്ടുള്ള അടുത്ത വരിയാണത്. അതഃ പാപീയസീം യോനിമാസുരീം യാഹി ദുർമതേ. ശപിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വാക്കാണ് യഥേഹ ഭൂയോ മഹതാം ന കർത്താം പുത്ര എന്നാണ് സംബോധന ചെയ്ത്. മോനെ, നീയേ മഹാന്മാരായിട്ടുള്ള ആൾക്കാരെ ഇനി മേലാൽ ഇങ്ങനെ പരിഹസിക്കാൻ പോവരുത്, അതിനുള്ള ശിക്ഷയാണ് ഞാൻ തന്നത് എന്ന് പറഞ്ഞ് വളരെ വാത്സല്യത്തിലാണ് ശാപം കഴിഞ്ഞ ഉടനെയുള്ള വാക്ക്. അപ്പോൾ ചിത്രകേതു അതൊരു വാത്സല്യത്തിനോടുള്ള ശിക്ഷയായിട്ട് തന്നെ സ്വീകരിച്ചിട്ട് ചിത്രകേതു പറഞ്ഞു, അമ്മേ അനുഗ്രഹിക്കണം, എൻ്റെ വാക്കുകൾ അമ്മയ്ക്ക് എന്തെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. ശപിച്ചതിന് എനിക്കൊരു വിരോധമില്ല. ഞാൻ ആ ശാപം സ്വീകരിക്കണം. ഞാൻ അമ്മ ഇച്ഛിക്കുന്ന പോലെയുള്ള ഒരു ജന്മം തന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുകയാണ് ചെയ്തത്. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, കുപുത്രോ ജായേത ക്വചിതപി കുമാതാ ന ഭവതി. ഈ ജഗത്തിൻ്റെ തന്നെ മാതാവാണ് ദേവി. ഞാൻ അമ്മയുടെ പുത്രനാണ്. ഞാൻ പൊട്ടയാവും, സംശയമൊന്നുമില്ല. ഒരു ചീത്ത മകൻ അങ്ങനെ ഒരു വിശേഷണം പറ്റും, ഒരു ചീത്ത അമ്മ പറ്റില്ല. ഒരമ്മ ഒരിക്കലും ചീത്തയാവില്ല. മോനെ ചീത്ത പറയും, മോനെ ശകാരിക്കും, മോനെ ഗുണദോഷിക്കും, ചിലപ്പോൾ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്ന് വരും. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ ചോദിക്കും, വിശക്കണില്ലേ മോനെ, നീ നിനക്ക് വാ ഊണഴിക്കാൻ വാ, അതെ വാ. ചിലപ്പം മോറും കയറ്റി നമ്മൾ പണങ്ങിയിരിക്കുക, അത് വേറെ വിഷയം. പക്ഷെ അമ്മ അത് പറയും. നമ്മൾ ഊണഴിക്കാൻ ചെന്നില്ലേ പണങ്ങി ഇരുന്ന അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും പൊട്ട അമ്മയുണ്ടാവില്ല. കൊച്ചിതബി കുമാതാ ന ഭവതി. ഒരു കുമാതാവ് ഉണ്ടാവില്ല. അതുകൊണ്ട് അമ്മയുടെ ഈ ശിക്ഷ ഒരു ശിക്ഷയായിട്ട്, നല്ല ഒരു ഉപദേശമായിട്ട് ഞാൻ സ്വീകരിക്കണുള്ളൂ എന്ന് പറഞ്ഞ് ചിത്രകേതു അവിടുന്ന് പോവുകയാണ് ചെയ്യണത്. അങ്ങനെ ചിത്രകേതു പോയപ്പോൾ മഹാദേവൻ ചിരിച്ചോണ്ട് ദേവിയോട് പറഞ്ഞു, ദേവി കണ്ടോ, ഒരു കാര്യം കണ്ടപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ? ഒരു ദേഷ്യം അങ്ങോട്ട് വന്നു. പെട്ടെന്ന് ആ ദേഷ്യത്തിൽ അവനെ അങ്ങോട്ട് ശപിച്ചു. ഇതല്ലേ ഉണ്ടായത്. അവനെന്താ ചെയ്തേ? ഇപ്പം ആരാ കൊച്ചായേ, ആരാ വലുതായേ? എന്താ ചെയ്തേ? സ്വീകരിച്ചു പോയി. ഭഗവാന്റെ ഭക്തന്മാരിങ്ങനെയാ, മനസ്സിലാക്കിക്കോളൂ. ഭഗവാന്റെ ഭക്തന്മാരിങ്ങനെയാ. ഭാഗവതത്തില് ആദ്യം തന്നെ പരീക്ഷിത്ത് മഹർഷി രാജാവ് നായാട്ടിന് പോയിട്ട് ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്തപാമ്പിനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ശൃംഗി എന്ന മകൻ ശപിച്ചു കഴിഞ്ഞപ്പോൾ ആ ശൃംഗി എന്ന മകനെ ഗുണദോഷിക്കുന്നുണ്ട് ശമീക മഹർഷി. ആ ഗുണദോഷിക്കുന്നതിൽ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? തിരസ്കൃത വിപ്രലബ്ധ ക്ഷിപ്ത ശപത ഹത അപി. ഒരാള് തിരസ്കൃത, നിന്നെ കൊച്ചാക്കി പറഞ്ഞു. വിപ്രലബ്ധ, നിന്നെ വഞ്ചിച്ചു. തിരസ്കൃത വിപ്രലബ്ധ ക്ഷിപ്ത, നിന്നെ ആക്ഷേപിച്ചു. ശപത, ശപിച്ചു. ഹത അഭി, അടിച്ചു എന്ന് തന്നെ വിചാരിച്ചോളൂ.
നതസ്യ പ്രതികുർവന്തി, അതിനുള്ള പ്രതികാരം ഒരിക്കലും ചെയ്യില്ല. ആര്? തദ് ഭക്ത, ഭഗവാന്റെ യഥാർത്ഥ ഭക്തന്മാര് അത് സഹിക്കുകയുള്ളൂ. ഒരിക്കലും പ്രതികാര ബുദ്ധി അവർക്ക് ഉണ്ടാവില്ല. പ്രഭവോഭിഹി, എടുത്തു പറഞ്ഞു, അവർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെന്നുണ്ടെങ്കിലും. എന്താ വിചാരിച്ച്? ചിത്രകേതു ആരാണെന്നാ വിചാരിച്ചേ? സംഘർഷണമൂർത്തിയെ പ്രത്യക്ഷനാക്കിയ ആളാണ്. അങ്കിരസ് മഹർഷിയുടെ ജ്ഞാനോപദേശം നേടിയ ആളാണ്. നാരദ മഹർഷിയുടെ തത്വോപദേശം നേടിയ ആളാണ്. ചില്ലറക്കാരനല്ല. ഒരു പ്രതിശാപം തരാൻ ഒരു വിഷമമില്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കണോ, നാളെ തൊട്ട് നിങ്ങൾ വേർപിരിയട്ടെ എന്നൊരു ശാപം ഇങ്ങോട്ട് തന്നാൽ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അത്ര തപശക്തിയുള്ള ആളാണ് ചിത്രകേതു. ചെയ്തോ? എന്താ കാരണം? ഭഗവത് ഭക്തനാണ്, യഥാർത്ഥ ഭക്തനാണ്. യഥാർത്ഥ ഭക്തനായതുകൊണ്ട് നതസ്യ പ്രതികുർവന്തി തദ്ഭക്ത പ്രഭവോഭിഹി, കഴിവുള്ളവനാണെങ്കിലും ശരി, അതിന് സാധിക്കുന്ന ആളാണെങ്കിലും ശരി ചെയ്യില്ല. അതാണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം. കണ്ടുപഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുത്തു. അവസാനം അത് പറയുന്നുണ്ട്, ഭഗവാൻ പറയാണ്, ഞാനും ആ വിഷ്ണുവിൻ്റെ ഒരു അച്യുതൻ്റെ പ്രിയനാണ് എന്ന് പറയാണ്. തസ്യ ചായം മഹാഭാഗ ചിത്രകേതു പ്രിയോനുഗ സർവത്ര സമദൃക് ശാന്ത. അതാണ് ലക്ഷണം, യഥാർത്ഥ ഭക്തന്റെ ലക്ഷണമാണ് സമദൃക്. പല ദിക്കിലും ഇതിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും തുല്യരായിട്ട് കാണണം. ശാന്ത, നമ്മളെപ്പോഴും മനസ്സ് വളരെ സംയമനത്തിൽ തന്നെ വയ്ക്കണം. അഹം ചൈവാച്യുത പ്രിയ, ഞാനും ആ ഭഗവാന്റെ ഒരു ഭക്തൻ തന്നെയാണ് എന്ന് പറയുകയാണ് ചെയ്യണേ. അങ്ങനെ ദേവിയുടെ ശാപം സ്വീകരിച്ചതിൻ്റെ ആ ഒരു അനുഭവം, അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ വൃത്രാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനായിട്ട് ജനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രകേതു ഉപാഖ്യാനം അവസാനിക്കുന്നത്. അവസാനം അതിൻ്റെ ഒരു ഫലശ്രുതി പറയുന്നുണ്ട്. ഭാഗവതത്തിലെ എല്ലാ ഉപാഖ്യാനം കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫലശ്രുതി പറയും. ആ ഫലശ്രുതി പറയുന്നത് ഇതാണ്: ഇതിഹാസമിമം പുണ്യം ചിത്രകേതോർമഹാത്മനഃ. ഈ ഇതിഹാസം, പുണ്യമായിട്ടുള്ള ഈ ചിത്രകേതുവിൻ്റെ ഇതിഹാസം, ഈ വ്യാഖ്യാനം കേട്ടുകഴിഞ്ഞാൽ മാഹാത്മ്യം വിഷ്ണുഭക്താനാം ശ്രുത്വാ ബന്ധാദ് വിമുച്യതേ, നമ്മുടെ എല്ലാ കെട്ടുപാടുകളും, സംസാരത്തിലെ ജീവിതം കൊണ്ട് നമ്മുടെ കർമ്മങ്ങളിൽ കൂടെ നമ്മൾ സ്വയം ഏറ്റുവാങ്ങുന്ന കുറേ കെട്ടുകളുണ്ടാവും. ആ കെട്ടുകളെല്ലാം പൊട്ടി അതിൽ നിന്നെല്ലാം മുക്തനായി മോക്ഷത്തിലേക്ക് നമ്മൾക്ക് പോകാനുള്ള വഴി ആയിരിക്കും ഈ കഥ കേട്ട് പഠിക്കുന്നത്. ഏതത് പ്രാതരുദ്ധായ, ആരാണോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധയാ വാഗ്യത പഠേത് ഇതിഹാസം ഹരിം സ്മൃത്വ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ വാഗ്യത, ഒന്നും മിണ്ടണ്ട, കുറച്ചു നേരം വാക്കുകളെ സംയമിപ്പിച്ചുകൊണ്ട് ഹരിം സ്മൃത്വ, ഭഗവാനെ കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിക്കുക. ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഈ കഥ ഒന്നെടുത്ത് വായിക്കുക. അങ്ങനെ വായിച്ചാൽ യാതി പരമം ഗതിം, മോക്ഷത്തിലേക്ക് അവൻ എത്തിച്ചേരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപാഖ്യാനം അവസാനിപ്പിക്കുകയാണ്. ഇതിൽ വേദവ്യാസ ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം പറയാണ്. ഒന്ന്, നമ്മുടെ ഏറ്റവും വലിയൊരു ഭയമാണ് മരണഭയം. ആ മരണഭീതി മൂഢതയാണ്, അത് യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൽ ഒരു തത്വം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. മരണത്തിനെ പറ്റിയിട്ട് ഒരുപാട് വേദാന്തങ്ങളിൽ പറയുന്നുണ്ട്. വിശ്വമഹാകവിയായ കാളിദാസൻ മരണത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് മരണം പ്രകൃതി ശരീരിണം. മരണം എന്ന് പറയുന്നത് ഒരു പ്രകൃത്യ ഉള്ള ഒരു സംഭവമാണ്. ജീവിതം എന്ന് പറഞ്ഞാലോ വികൃതി, ജീവിതം, ജീവിതമാണ് വികൃതി. ഉച്യതേ ബുധൈ, അദ്ദേഹം ഒരു പ്രാമാണിത്വത്തിന് വേണ്ടി പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല, ബുധന്മാർ അറിവുള്ളവർ അങ്ങനെയാ പറഞ്ഞേക്കണേ. എന്നിട്ടോ ക്ഷണമപ്യവശിഷ്യതേ ശ്വസൻ, നമ്മൾ ഇന്ന് മരിക്കണം നാളേക്ക് ആയിന്ന് വിചാരിക്കുക. ഇപ്പം എന്താ അതുകൊണ്ട് ഇത്ര മെച്ചെന്നാ ചോദിക്കണേ? കുറച്ചും കൂടി ശ്വാസം ഇങ്ങനെ വിടാം, ഇത്ര തന്നെ ഉള്ളൂ. ക്ഷണമപ്യവശിഷ്യതേ ശ്വസൻ യതി ജന്തുർ നഹിലാഭവാനസൗ, ഒരു ലേശം കൂടെ നീട്ടിക്കിട്ടി എന്നുള്ളതുകൊണ്ട് എന്താ ഒരു ലാഭം? അതുകൊണ്ട് ഒരു ലാഭം ആർക്കും ഉണ്ടാവാൻ പോണില്ല
എന്നാണ് വിശ്വമഹാകവിയായിട്ടുള്ള കാളിദാസൻ പറഞ്ഞിട്ടുള്ളത്. ഒരു സുഭാഷിതത്തിൽ മരണത്തെപ്പറ്റി വളരെ സത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ മരണത്തിനെ പറ്റി സാധാരണ പറയും, ഇത് ഒരു കൂടാണ്, നമ്മുടെ ദേഹം എന്ന് പറയുന്നത് ഒരു കൂടാണ്, ശരീരം എന്ന് പറയുന്നത് ഒരു കൂടാണ്. ഈ കൂട്ടിൽ ഇരിക്കുന്ന ഒരു പക്ഷി ആണ് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ. ഈ ജീവാത്മാവ് ആകുന്ന ഈ പക്ഷി, ഈ ശരീരമാകുന്ന പഞ്ചരം ഈ കൂട് വിട്ട് പറന്നു പോയാൽ മരണം. അത് കൂട്ടിലിരിക്കുന്നിടത്തോളം കാലം ജീവിതം. ഇതെങ്ങാൻ പറന്ന് പുറത്തേക്ക് പോയാൽ കിളിയെ പിടിച്ച് രണ്ടാമത്തതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുമോ? സാധ്യമല്ല. കൂട്ടിൽ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓടിപ്പോയി പിടിച്ച് വലയൊക്കെ ഇട്ട് നമ്മൾ ആദ്യം ചിലപ്പോൾ കൊണ്ടിട്ടെന്ന് വരും. ഇത് സാധിക്കില്ല. അതാ പറഞ്ഞത്. അപ്പോൾ ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു സുഭാഷിതകാരൻ എന്താ പറഞ്ഞേക്കണേന്നറിയോ? ശരിയാണ്, ഇതൊരു കൂടാണ്. എങ്ങനത്തെ കൂടാണ്? നമ്മളൊരു പക്ഷിയെ വളർത്തുമ്പോൾ എന്താ ഉണ്ടാവുക? ഒരു കൂടുണ്ടാവും. ആ കൂടിനൊരു വാതിലുണ്ടാവും, അതിലൊരു പക്ഷി ഉണ്ടാവും. ആ വാതിൽ നമ്മൾ എന്തിനാ വെക്കണേ? ആ വാതിൽ തുറന്നിട്ട് അതിൽ കൂടെ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കും, അതിന് വെള്ളമൊക്കെ കൊടുക്കും, അത് കഴിഞ്ഞ് കൂടടയ്ക്കും. ഇങ്ങനെയല്ലേ? ഈ കൂട് എങ്ങനത്തെ കൂടാണെന്നറിയോ? ഉദ്ഘാടിത നവദ്വാരേ പഞ്ചരേ. ഈ കൂടിന് 9 വാതിലാ. ഒരു വാതിലൊന്നുമല്ല, 9 വാതിലാ. ഏതാ ഈ 9 വാതില്? നമ്മുടെ ശരീരത്തിലെ നവദ്വാരങ്ങൾ. അതെന്ത് ചെയ്തേക്കണോ? ഉദ്ഘാടിതം. അടച്ചും കൂടി അല്ല ഇട്ടേക്കണം, തുറന്നിട്ടേക്കണേ. വാതിൽ 9 എണ്ണം തുറന്നിട്ടേക്കാണെന്ന് കൂട്ടില്. പിന്നെ പക്ഷി പറന്നു പോയില്ലേ? ഇനി പക്ഷി എങ്ങനത്തെ പക്ഷിയാ? വിഹഗോനില. ഈ പക്ഷിയാണെങ്കിൽ കാറ്റാണ്, പ്രാണൻ. പ്രാണൻ എന്ന് പറഞ്ഞാൽ വായുവാണ്, കാറ്റാണ്. എന്താ കാറ്റിൻ്റെ സ്വഭാവം? കാറ്റ് എവിടെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുമോ? അതതിൻ്റെ പാട്ടിന് പോവും. അതിങ്ങനെ ചഞ്ചലമായിട്ട് അതിൻ്റെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാറ്റിൻ്റെ സ്വഭാവം. അങ്ങനത്തെ കാറ്റാണ് ഈ പക്ഷി, കൂട്ടിലിരിക്കുന്ന പക്ഷി. വിഹഗോനില യത് ഇഷ്ടതി തദാശ്ചര്യം. ഇത്രയും കാലം ഈ പക്ഷി കൂട്ടിലിരുന്നില്ലേ? അത്ഭുതം. അതാ അത്ഭുതം. പ്രയാണേ വിസ്മയക്കുത. ഇതിന്ന് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇത്ര എന്താ അത്ഭുതപ്പെടാനുള്ള? പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇത്ര ഇരുന്നു എന്നുള്ളതല്ലേ ഇത്ര സത്യ. ഇങ്ങനെ ആലോചിച്ചാൽ നമ്മൾ മരണത്തിനെ പിന്നെ ഭയക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഭഗവത്ഗീതയിൽ എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞേനെ. ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ജനിച്ചാൽ അവൻ മരിക്കും. ധ്രുവോ ജന്മ മൃതസ്യ ച. മരിച്ചു കഴിഞ്ഞാൽ അവന് പിന്നും ജന്മമുണ്ട്. കാരണം അവൻ കർമ്മഫലങ്ങൾ മുഴുവൻ അനുഭവിച്ച് തീർന്നിട്ടില്ല. തസ്മാത് അപരിഹാര്യർത്ഥ. എന്തൊരു പ്രയോഗം വ്യാസഭഗവാന്റെ! അപരിഹാര്യമായ കാര്യമാണ് ഈ മരണം എന്ന് പറയുന്നത്. നത്വം ശോചിതുമർഹസി. അതിനൊക്കെ ഇത്ര ദുഃഖിക്കുകയെ. നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ നമ്മുടെ പ്രശ്നം ഉണ്ടായാലേ നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം, ആലോചിക്കണം, സംശയമില്ല. അതിനെപ്പറ്റി വിചിന്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സത്യം മനസ്സിലായി. എന്താ? നോ സൊല്യൂഷൻ. ഇതിന് പരിഹാരം ഇല്ല. യു ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അതാ പറയണേ. പിന്നെ അതിൻ്റെ മുകളിൽ ബ്രൂഡ് ഓവർ ചെയ്യരുത്. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് തല കളയരുത്. അതാണ് പറയണേ. ഒരു വിഷയം അനിവാര്യവും അപരിഹാര്യവുമാണെന്ന് അറിഞ്ഞാൽ അതിനെക്കുറിച്ച് പിന്നെ ശോചിക്കരുത്. അത് മൂഢനാ. അതാണ് പറയണേ. തസ്മാത് അപരിഹാര്യേ അർത്ഥേ നത്വം ശോചിതുമർഹസി. അതിൻ്റെ മുകളിൽ ശോചിക്കാൻ നീ അർഹിക്കണില്ല. എത്ര ഭംഗിയായിട്ട് പറഞ്ഞു. വാസാംസി ജീർണാനി യഥാവിഹായ. നമ്മുടെ ഷർട്ട് ഇടണു. ആ ഷർട്ട് കുറേ കഴിയുമ്പോൾ കീറിത്തുടങ്ങും, മുണ്ട് കീറിത്തുടങ്ങും. അത് മാറ്റിയിടും, വേറെ മുണ്ട് എടുക്കും. അതുപോലെയാണ് ഈ ദേഹി ഈ ജീർണിച്ച ദേഹത്തിനെ കളഞ്ഞിട്ട് പുതിയ ദേഹത്തിനെ സ്വീകരിക്കുന്നത്. അത്രയേ ഉള്ളൂ മരണം എന്ന് പറയുന്നത്. എന്നുള്ള ആ മരണത്തിനെ കുറിച്ചുള്ള ഒരു നിസ്സാരത മനസ്സിലാക്കി തരുന്ന ഒരു സന്ദേശം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ ആര് എന്നൊരു ചോദ്യം. ഞാൻ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇതിൽ പറയുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും സംഘർഷണമൂർത്തി അനുഗ്രഹിക്കുന്ന ആ വരികളിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആരെന്നുള്ളത്. ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, എൻ്റെ ഉള്ളിൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവനും ചൈതന്യവത്താക്കിക്കൊണ്ടിരിക്കുന്ന ജീവൻ എന്ന് പറയുന്ന ആ ബ്രഹ്മത്തിൻ്റെ അംശമാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. നാമമല്ല, രൂപമല്ല, ബോധസ്വരൂപനായിട്ടുള്ള ആ ചൈതന്യമാണ് ഞാൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇതിൽ വളരെ വ്യക്തമായിട്ട് തരുന്ന സന്ദേശം. ഭാഗവതത്തിലെ എല്ലാ ഉപകഥകളും ഇതുപോലെ വളരെ വളരെ ഗഹനങ്ങളും
ആയിട്ടുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ചിത്രകേതു ഉപാഖ്യാനത്തിൽ ഈ മൂന്നുമുണ്ട്. മാത്രമല്ല, നമുക്ക് എന്ത് സിദ്ധി കിട്ടിയാലും, ഭക്തിയിൽ കൂടിയായാലും യോഗത്തിൽ കൂടിയായാലും കിട്ടിയാലും അത് നമ്മൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള വലിയൊരു കഥ പറയുന്നുണ്ട്. മായ നമ്മളെ പിടികൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മായെന്ന് നമ്മൾ മോചിതരായി, ഇനി ഒരിക്കലും എന്നെ മായ പിടികൂടില്ല. തെറ്റാണ്. അശ്രദ്ധ എവിടെപ്പോ വന്നോ ഒട്ടനെ മായ ചാടി വീഴും. അതുകൊണ്ട് അതും വളരെ ശ്രദ്ധിക്കണം. നമ്മൾ മുകളിലേക്ക് പോകണം. ഈ ചിത്രകേതുവിന് പറ്റിയ പോലെ ഉത്കർഷമുണ്ടായി, അതേപോലെ ഒരു അധപ്പതനം എടുക്കുന്നുണ്ടാവാൻ പാടില്ല. അതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നാരായണീയത്തിൽ മേൽപ്പത്തൂർ പറഞ്ഞ വരിയോട് കൂടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ പറഞ്ഞത് എന്താണ്? തേന ഐക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം. ബുദ്ധി കൊണ്ട് എൻ്റെ ഹൃദയത്തിനെ നിരോധിച്ചിട്ട് ഞാൻ അങ്ങയെ നേടിക്കൊള്ളാം എന്ന് പറയാണ്. അത് കഴിഞ്ഞ് എന്ത് പറയണു? മായാവിദ്ധേതു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മായ എന്നെ വീണ്ടും പിടികൂടും. തസ്മിൻ പുനരവി ന തഥാ ഭാതി. അത് കഴിഞ്ഞാൽ അതുപോലെ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് എന്ത് ചെയ്യണം? മായാധിനാഥം തം ത്വം ഭക്തിയാ മഹത്യ. എന്തൊരു പ്രയോഗ മഹത്യ എന്നുള്ളത്! ഇതുവരെ ഉണ്ടായിരുന്ന ഭക്തി പോരാ, അതിനേക്കാൾ കുറച്ചും കൂടി ശ്രദ്ധയോട് കൂടിയിട്ടുള്ള, നിഷ്കർഷയോട് കൂടിയിട്ടുള്ള ഭക്തി ചെലുത്തണം. എന്നിട്ട് ആരെ പിടിക്കണം? മായാധിനാഥനെ തന്നെ പിടിക്കുക. മായയല്ലേ ഈ പ്രശ്നം ഉണ്ടാക്കിയത്, പിടികൂടിയത്. അതിൽ നിന്ന് രക്ഷ നേടാൻ ശരണം പ്രാപിക്കേണ്ടത് ഈ മായാധിനാഥനെയാണ്. മായാധിനാഥം തം ത്വം ഭക്തിയാ മഹത്യ സതതമനുഭജൻ. ഒരു പാഠം കിട്ടി, ഇനി എന്ത് ചെയ്യണം? ശ്രദ്ധ കൂടണം. സതതം, ഒരിക്കലും പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് ബഡ്ജിയില്ല, തെറ്റിപ്പോവില്ല എന്നുള്ള ദൃഢവ്രതത്തോടുകൂടി വീണ്ടും ഭക്തിയിൽ നമ്മൾ ഔത്കണ്ഠ്യവത ഹൃദ എന്ന് ഭാഗവതത്തിലൊരു പ്രയോഗമുണ്ട്. ഭഗവാനെ ഹൃദയം കൊണ്ട് ബന്ധിച്ച് അങ്ങനെ പിടിച്ചു നിർത്തണം. അതാണ് നമ്മളുടെ സിദ്ധികൾ, നമ്മൾ നേടിയ കാര്യങ്ങളെയൊക്കെ നിലനിർത്താനുള്ള മാർഗം എന്ന് മേൽപ്പത്തൂർ പറഞ്ഞ ഈ വാക്കുകളോട് കൂടിയിട്ട് ഒരു ചലച്ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ട്രെയിലർ സാധാരണ ഇറക്കും. അതുപോലെ ഈ ചിത്രകേതു വാഖ്യാനം എന്ന് പറയണേ ദിവസങ്ങളോളം പഠിക്കാനുള്ളൊരു വിഷയമാണ്. അതിൻ്റെ ഒരു ട്രെയിലറാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. അത് ഇത് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് 6-ാമത്തെ സ്കന്ധത്തിലെ, ഷഷ്ഠസ്കന്ധത്തിലെ 14, 15, 16, 17 അധ്യായങ്ങൾ, 4 അധ്യായങ്ങളിലാണ് ഈ കഥ പറയണേ. സൗകര്യം പോലെ വീട്ടിൽ പോയിട്ട് ഈ എൻ്റെ എളിയ വാക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേരണയും പ്രോത്സാഹനവും ഉത്സാഹവും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്രന്ഥം എടുത്ത്, ഏതെങ്കിലും വ്യാഖ്യാനത്തോടു കൂടിയുള്ള ഗ്രന്ഥം എടുത്തിട്ട് ഈ ഷഷ്ഠസ്കന്ധത്തിലെ ഈ 14, 15, 16, 17 അധ്യായങ്ങൾ സശ്രദ്ധം വായിച്ച് ഇതിലെ പറഞ്ഞിട്ടുള്ള മഹത്തായ തത്വരത്നങ്ങളെ സ്വായത്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കും എന്നുള്ള പ്രതീക്ഷയോടെ, അതിനുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ ഭഗവത് പാദങ്ങളിൽ വളരെ വിനയപൂർവം ഭക്തിപൂർവം സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. അജ്ഞാനാദ് വിസ്മൃതേർഭ്രാന്ത്യായന്യൂനമധികം കൃതം തൽസർവം ക്ഷമ്യതാം ദേവി. പ്രസീദ പരമേശ്വരി, പ്രസീദ പരമേശ്വരി, പ്രസീദ പരമേശ്വരി. ഹരി ഓം തത്സത്.